ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. SSC CGL 2025 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതിനു വേണ്ടിയായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ദിഷ അക്കാഡമി ഒരുക്കുന്ന ഒരു പുതിയ സീരീസ്, നമ്മുടെ യൂട്യൂബിൽ ഒരു ഫ്രീ സീരീസ് ആണ് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ GKക്ക് വേണ്ടിയിട്ടുള്ള ഒരു 500 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മിക്സഡ് GKയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ഒരു റിവിഷൻ സീരീസ് എന്നുള്ള രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കി പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ എക്സാംസിന് വരാൻ പോകുന്ന SSC എക്സാംസുകൾക്ക് എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ട് നിങ്ങളൊരു റിവിഷൻ എന്ന രീതിയിൽ തന്നെ കണ്ട് എന്ത് ചെയ്യുക, അത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 500 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ SSC എക്സാംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്നുള്ള മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് വാസ് ദ പവർ ടു റൂൾ ഇന്ത്യ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് ആ ഒരു റൂള്, ഇന്ത്യയെ ഭരിക്കാനുള്ള ആ ഒരു റൂള് കിട്ടിയത് ഏത് ആക്ട് പ്രകാരം എന്നാണ് ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു വിഭാഗക്കാരാണെങ്കിൽ പോലും രണ്ടുപേരുടെയും പർപ്പസ് രണ്ടായിരുന്നു അല്ലേ. ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് കമ്പനിയാണ് അല്ലേ, പ്രൈവറ്റ് ട്രേഡിംഗ് എൻറ്റിറ്റി ആയിരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് എൻറ്റിറ്റിയാണ്. ആരുടെ കീഴിലുള്ള? ബ്രിട്ടീഷിന്റെ കീഴിലുള്ള. ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇവരുടെ മൊണാർക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൊണാർക്ക് അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആ ഒരു പ്രൈവറ്റ് ട്രേഡിംഗ് എൻറ്റിറ്റിയാണ്. കാരണം ഈ ഇന്ത്യയിൽ വന്നിട്ട് ട്രേഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഈ ബ്രിട്ടീഷാണ്, ആർക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. പക്ഷെ നമ്മൾ ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചുകൊണ്ടിരുന്നത് ആര് തന്നെയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷ് ക്രൗണിനെക്കാളും കൂടുതൽ ഭരിച്ചുകൊണ്ടിരുന്നത് ആര് തന്നെയായിരുന്നു? ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ ഈ ഒരു റൂള് കംപ്ലീറ്റ്ലി ഡയറക്ട്ലി ഒരു കൺട്രോൾ ആർക്ക് പോവാണ്? ബ്രിട്ടീഷ് ക്രൗണിന് പോവാണ്. എപ്പോ? ഏത് ആക്ട് പ്രകാരം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഏത് ആക്ടിലാണ് ബ്രിട്ടീഷ് ക്രൗണിന് ഡയറക്റ്റ് റൂളിംഗ് പവർ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം, അതായത് ബ്രിട്ടീഷ് രാജ് കിട്ടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് രാജ് കിട്ടുന്നത് ഏതിനാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. കാരണം എന്താണ്? സെപ്പോയി മ്യൂട്ടിനി കഴിഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെപ്പോയി മ്യൂട്ടിനി അല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള 1857 റിവോൾട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ എടുത്ത ഒരു ആക്ട് ആണ് ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? ബാൻ ചെയ്യാണ്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി ബ്രിട്ടീഷ് ക്രൗൺ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാണ്? അഡ്മിനിസ്ട്രേഷൻ പോവുകയാണ് അല്ലേ. ആ ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു ഡയറക്റ്റ് കൺട്രോൾ കിട്ടുന്ന ഒരു സമയമാണ് പറയുന്നത്. ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം അബോളിഷ് ചെയ്ത് ഈ പറയുന്ന പോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവി മാറ്റി പുതിയൊരു വൈസ്രോയി എന്ന് പറയുന്ന ഒരു പദവിയൊക്കെ കൊണ്ടുവരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അല്ലെ. ഫസ്റ്റ് വൈസ്രോയി ആരാണ്? കാനിങ് ആണ് അല്ലെ. കാനിങ് ആണ്, ലോർഡ് കാനിങ് എന്ന് പറയുന്ന കാനിങ് ആണ് ഫസ്റ്റ് എന്ത് പറയുന്നത്? വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ബ്രിട്ടീഷ് രാജ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഏത് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ വന്നത്? ആ ഒരു ബ്രിട്ടീഷ് റൂളിംഗ് കൊണ്ടുവന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ് അല്ലെ. റെഗുലേറ്റിംഗ് ആക്ട് 1773 വഴിയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യയെ ഭരിക്കാനുള്ള ഒരു ടൈം കൊടുക്കുന്നത്. ആ ഒരു ലേയിങ് ഫൗണ്ടേഷൻ ആണ് അല്ലെ. ബ്രിട്ടീഷ് റോള് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റൂളിങ്ങിനുള്ള ഫൗണ്ടേഷൻ കൊടുക്കുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അല്ലെ. ആ ഒരു സമയത്താണ് എന്ത് പദവിയാക്കുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നൊരു പദവി വരുന്നത്. ആരായിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്? ബംഗാളിന്റെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാരൻ ഹാസ്റ്റിംഗ് ആണ് അല്ലെ. ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു അല്ലേ. ആദ്യം നമുക്ക് ബംഗാളിന്റെ ഗവർണർ, ആദ്യം ഉണ്ടായിരുന്നത് ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു. പിന്നെ അത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773 വഴിയാണ്. ആദ്യം ഗവർണർ ഓഫ് ബംഗാൾ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു അല്ലെ. ഗവർണർ ഓഫ് ബംഗാൾ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ റെഗുലേറ്റിംഗ് ആക്ട് വഴി ഉണ്ടാക്കിയ ആ ഒരു ഫൗണ്ടേഷൻ വഴി ആരായിരുന്നു ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്? വാരൻ ഹാസ്റ്റിംഗ് ആയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ബ്രിട്ടീഷേഴ്സിന് ഒരു കൺട്രോൾ കിട്ടുന്നത്. ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുന്ന ആർക്ക് തന്നെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷേഴ്സ് എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ കിട്ടുന്നത് ഏത് വഴിയാണ്? റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. അതുവഴിയാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 അതുവഴി എന്ത് കൊണ്ടുവന്നു? ഇതിലിപ്പോൾ ആരാണ് വന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന
റെഗുലേറ്റിംഗ് ആക്ട് വഴി ആര് വന്നു? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലനിന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്ത് സംഭവിച്ചു? ഒരു ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം അവർ കൊണ്ടുവന്നു. എന്താണ് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം? അതിന്റെ അർത്ഥം എന്താണ്? രണ്ടുപേരും ഈക്വലി ഭരിക്കാൻ തുടങ്ങി അല്ലേ? ഈക്വലി ഭരിക്കാൻ തുടങ്ങി. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടുമ്പോൾ ഈ പറയുന്ന ബ്രിട്ടീഷ് പവർ, ബ്രിട്ടീഷിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യുമായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുമായിരുന്നു? ആ സെന്ററിൽ ഇരുന്നുകൊണ്ട് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു. ആ ഒരു രീതിയിലേക്ക് ഒരു ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം, ആ ഒരു ഡയാർക്കി സിസ്റ്റം കൊണ്ടുവരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴിയാണ് അല്ലെ? ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നത് ആ ഒരു ആക്ട് പ്രകാരമാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയും നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊമേഴ്ഷ്യൽ റൂൾസ് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ചെയ്യുമായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന ചാർട്ടർ ആക്ട് ഓഫ് 1833, സെന്റ് ഹെലന ആക്ട് എന്ന് പറയും. സെയിന്റ് ഹെലന ആക്ട് എന്ന് പറയും. ചാർട്ടർ ആക്ട് ഓഫ് 1833. അതിലെന്താണ് ഒരു ചേഞ്ച് ഉണ്ടായത്? ചാർട്ടർ ആക്ടിൽ ഉണ്ടായ ചേഞ്ച് എന്തായിരുന്നു? ഈ പറയുന്ന പോലെ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പദവി മാറി എന്തായി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പദവിയായി അല്ലേ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗവർണർ ജനറലായി. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ആ ഒരു സമയം ആയപ്പോഴേക്കും എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യാൻ തുടങ്ങി? അഡ്മിനിസ്ട്രേഷൻ കൈകടക്കാൻ തുടങ്ങി. പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും എല്ലാം അവരുടെ കയ്യിലാവുന്ന ഒരു രീതിയായി. അതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833. അതോടെ ഗവർണർ ജനറൽ ഓഫ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായി മാറി? വില്യം ബെൻഡിക് ആയി അല്ലേ? ആരാണ്? വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആയിട്ട് മാറി. ഓക്കെ, ആ പോയിന്റും അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അവിടെ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ചാർട്ടർ ആക്ട്, സെന്റ് ഹെലന ആക്ട് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറിയ ആക്ടിനെ എന്ത് പറയുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി കുറച്ചും കൂടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിഞ്ഞു. അത് മാത്രമല്ല മിലിറ്ററി അഫയേഴ്സ്, ഡിഫൻസിന്റെ കാര്യം കൂടെ അവരുടെ ആരുടെ കയ്യിലായി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായി. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്തു? ഭരണം മൊത്തം ആർക്ക് പോയി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ബ്രിട്ടീഷേഴ്സിനും ആയി മാറി. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി വന്നതിന് ശേഷമാണ് സെപ്പോയി മ്യൂട്ടിനി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരേണ്ടി വന്നത്. കാരണം അത്രയും ബ്രിട്ടീഷേഴ്സ് എസ്റ്റാബ്ലിഷ് ആയി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടേതായ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി തുടങ്ങിയതോടെ ലാസ്റ്റ് സെപ്പോയി മ്യൂട്ടിനി വരെ എത്തിയിട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ഒരു പരിഹാരാർത്ഥം അവർ കൊണ്ടുവന്ന ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആൻസർ അതാണെന്ന് മനസ്സിലാക്കിക്കോളാം. ബ്രിട്ടീഷ് രാജ് തുടങ്ങുന്നത് ആ സമയത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് രുദ്രമാൻ ഹാപ്പൻ ടു ബി രുദ്രദാമൻ ഹാപ്പൻ ടു ബി ദ ഫസ്റ്റ് റോയൽ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഇയർലി ഇന്ത്യ കമ്പോസ്ഡ് ഇൻ ചാസ്റ്റ് സാൻസ്ക്രിറ്റ്. ചാസ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താണ് ചാസ്റ്റേ? ചാസ്റ്റേ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? പ്യൂരിറ്റി ആണ് അല്ലെ? പ്യൂരിറ്റി. പ്യൂരിറ്റി എന്ന് വെച്ചാൽ ട്രൂ വെർജിൻ ആയിട്ടുള്ള ആ ഒരു പ്യുവർ സാൻസ്ക്രിറ്റിൽ ആദ്യമായിട്ട് ഒരു റോയൽ ഇൻസ്ക്രിപ്ഷൻ ഇറങ്ങി. ആരെഴുതിയതാണ്? രുദ്രദാമൻ എന്ന് പറയുന്ന സഗാ ഡൈനാസ്റ്റിയിലുള്ള സഗാ ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു ഡൈനാസ്റ്റിയിലെ രുദ്രദാമൻ എന്ന് പറയുന്ന ആൾ ആദ്യമായിട്ട് ഒരു റോയൽ ഇൻസ്ക്രിപ്ഷൻ, അവിടുത്തെ രാജാവാണ്, അതുകൊണ്ടാണ് റോയൽ ഇൻസ്ക്രിപ്ഷൻ എഴുതി. അതും പ്യുവർ ആയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റിൽ. അതേതെന്നാണ് ചോദിക്കുന്നത്. സഗാ റൂളേഴ്സ് ആണ് കേട്ടോ. ശകവംശം എന്ന് പറയുന്ന ഒരു വംശത്തിലാണ് അത് ഉൾപ്പെടുന്നത്. അപ്പൊ ഏതാണ് ഉണ്ടാക്കിയത്? ആ ആളുണ്ടാക്കിയ ഇവിടെ പറയുന്ന പ്രയാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. പ്രയാഗ് പ്രശസ്തി അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അത് ആരുടെയാണ്? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുടെയാണ്? സമുദ്രഗുപ്തയുടെ ആണ് അല്ലേ? ആരുടെയാണ്? സമുദ്രഗുപ്തയുടെ ആണ്. ഗുപ്ത എംപറർ ആയിട്ടുള്ള സമുദ്രഗുപ്ത, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തയുടെ ആണ്. അതിൽ എന്തും കൂടെ നമുക്ക് ആഡപ്പ് ചെയ്യാം. ആരാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത്? ഹരിസേനയാണ് അല്ലെ? ആരാണ്? സമുദ്രഗുപ്തന്റെ കോർട്ട് പോയിട്ടായിരുന്ന ഹരിസേനയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റും കൂടെ അവിടെ ആലോചിക്കുക. ഇതെന്താണ്? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിലാണ് വരുന്നത്. ഇനി അടുത്ത ഐഹോൾ എന്ന് പറഞ്ഞ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഐഹോൾ ഏതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു? നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിഡീവൽ ഇന്ത്യ ആ ഒരു ടൈം, ആൻഷ്യന്റ് ഇന്ത്യ ടൈമിലൊക്കെ ഉള്ളതാണ്. ഐഹോൾ എവിടുത്തെ ക്യാപിറ്റൽ ആയിരുന്നു? ഐഹോൾ എന്ന് പറയുന്നത് കർണാടകയുടെ ക്യാപിറ്റൽ ആയിരുന്നു അല്ലെ? കർണാടക ആ ഒരു സമയത്ത് കർണാടകയുടെ ക്യാപിറ്റൽ ആയിട്ടായിരുന്നു ഐഹോൾ ഇരുന്നത്. അപ്പൊ ഐഹോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള ഐഹോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ആരായിരുന്നു? ചാലൂക്യ ഡൈനാസ്റ്റിയാണ് അന്ന് അത് ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ഐഹോൾ ഭരിച്ചുകൊണ്ടിരുന്നത് ചാലൂക്യ ഡൈനാസ്റ്റിയാണ്. ചാലൂക്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ ആയിട്ടുള്ള പുലകേശിൻ അല്ലെ? പുലകേശിൻ രണ്ടാമനാണ് അല്ലെ? പുലകേശിൻ രണ്ടാമനാണ്. പുള്ളിയുടെ കോർട്ട് പോയിട്ട് ആരായിരുന്നു?
പുലകേശൻ രണ്ടാമന്റെ കോർട്ട് പോയിട്ട് ആരായിരുന്നു? ഈ പറയുന്ന രവി കീർത്തിയാണ്. രവി കീർത്തി പുള്ളിയാണ് എന്ത് ചെയ്തത്? ഐഹോൾ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് കേട്ടോ. ഐഹോൾ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന ആരാണ്? രവി കീർത്തിയാണ്. പുലകേശൻ രണ്ടാമൻ എന്ന് പറയുന്ന ചാലൂക്യ ഡൈനാസ്റ്റിയിലുള്ള. ഇതെല്ലാം അശോക പില്ലറിലാണ് എന്ത് ചെയ്യുന്നത്? കൊത്തിവെക്കുന്നത് കേട്ടോ. അശോകൻസാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി അടുത്ത് മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. മെഹ്റോളി എവിടെയാണ്? മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആർക്ക് വേണ്ടി ചെയ്തതാണ്? ചന്ദ്രഗുപ്ത രണ്ടിന്റെ ആണ് അല്ലെ. ചന്ദ്രഗുപ്ത രണ്ടിന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ്. മെഹ്റോളി കോംപ്ലക്സ് വരുന്ന എവിടെയാണ്? കുത്തബ് മിനാറിലാണ് അല്ലെ. കുത്തബ് മിനാറിന്റെ അകത്തുള്ള അവിടുത്തെ ടെമ്പിൾ, അവിടുത്തെ കോംപ്ലക്സിനകത്താണ് എന്ത് വരുന്നത്? മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻ. അയൺ പില്ലറിലാണ്. അയൺ പില്ലർ കോംപ്ലക്സ് ആണ്. അയൺ പില്ലറിലാണ് എന്ത് വരുന്നത്? ചന്ദ്രഗുപ്ത രണ്ടിന്റെ മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻ വരുന്നത്. ചന്ദ്രഗുപ്ത രണ്ടിന്റെ മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻ വരുന്നത് അയൺ പില്ലർ ഇൻ ഡൽഹിയിലാണ്. ഗുപ്ത പീരീഡിൽ ചന്ദ്രഗുപ്ത രണ്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കുത്തബ് മിനാർ കോംപ്ലക്സിനകത്തുള്ള അവിടെയാണ് വരുന്നത്. ഡൽഹിയിലാണ് മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻ അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അത്രയും നമ്മൾ അറിഞ്ഞു. അപ്പൊ പ്രയാഗ് പ്രശസ്തി നമുക്കറിയാം, ഐഹോള് നമ്മുടെ അല്ലാന്ന് അറിയാം, മെഹ്റോളി അല്ലാന്ന് അറിയാം. പിന്നെ ഈ ലാസ്റ്റ് കിടക്കുന്ന ഗിർനാർ നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. ഗിർനാർ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും കേൾക്കാത്തതാണ്. മറ്റൊരു പേരും കൂടെ അതിനുണ്ട്, ഗിർനാർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജുനഗാർ ഇൻസ്ക്രിപ്ഷൻ. എന്താണ്? ജുനഗർ ഇൻസ്ക്രിപ്ഷൻ. ജുനഗർ ഇൻസ്ക്രിപ്ഷൻ ഇതാണ് ഫസ്റ്റ് എന്തെന്ന് പറയുന്നത്? റോയൽ ഇൻസ്ക്രിപ്ഷൻ. ഫസ്റ്റ് സാൻസ്ക്രിറ്റ് റോയൽ ഇൻസ്ക്രിപ്ഷൻ. സാൻസ്ക്രിറ്റിൽ മുമ്പും ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ റോയൽ ഇൻസ്ക്രിപ്ഷൻ, ഒരു രാജാവ് എഴുതിയ ഇൻസ്ക്രിപ്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുനഗർ ആണ് കേട്ടോ. ഗിർനാർ അല്ലെങ്കിൽ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ഗിർനാർ എന്നും അതിനെ അറിയപ്പെടാറുണ്ട്, അതുപോലെ തന്നെ ജുനഗർ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇത് വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശതകർണി എന്ന് പറയുന്ന ഒരു രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് ആര് വരുന്നു? രുദ്രമൻ 2 തവണ തോൽപ്പിക്കുന്നു. ഏറ്റവും ഒരു വലിയ രാജാവായിരുന്നു ശതകർണി എന്ന് പറയുന്ന, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. അപ്പൊ ആ പുള്ളിയെ 2 തവണ തോൽപ്പിച്ചു. ഡിഫീറ്റഡ് ട്വൈസ് ബൈ രുദ്രദാമനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് മൗര്യന്റെ ഈ പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ തന്നെയാണ്. ഒന്നും ഈ പറയുന്ന അശോകന്റെ ടൈമിലാണ് ഒരുപാട് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായത്. പുള്ളിയാണ് എന്ത് ചെയ്തത്? റോക്ക് എഡിക്സ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, മൗര്യൻ റൂളർ ആയിട്ടുള്ള അശോക. അപ്പൊ ആ ഒരു രീതിയിലാണ് ചെയ്തു വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു രുദ്രദാമനെ ഓർക്കണം. രുദ്രദാമനെ ഓർക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയാണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? സുദർശന ലേക്കിന്റെ റിപ്പയറിങ്. സുദർശന ലേക്കിന്റെ റിപ്പയറിങ്, അതായത് സുദർശന എന്ന് പറഞ്ഞാൽ ഇതും പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സുദർശന ലേക്ക് റിപ്പയർ ചെയ്തത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് ആരാണ്? രുദ്രദാമനാണ് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോകന്റെ പീരീഡിൽ, മൗര്യൻ പീരീഡിൽ ഉണ്ടാക്കിയ ഒരു ഡാമും വിത്ത് ആ ഒരു ലേക്കാണ്. ഏതെന്ന് പറഞ്ഞാൽ ഈ സുദർശന ഡാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലഡൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലേക്കിന്റെ റിപ്പയറിങ്, ഒരിക്കൽ ആ ഒരു പ്രശ്നം വന്നത് തകർന്നപ്പോൾ അതിനെ വീണ്ടും റിപ്പയർ ചെയ്തെടുത്തതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ എഴുതിയ രുദ്രദാമനാണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ജുനഗർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗിർനാർ എന്ന് പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻ ഗുജറാത്തിൽ അശോകിന്റെ തന്നെ ഏതോ ഒരു ഇൻസ്ക്രിപ്ഷന്റെ അകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊത്തി വെച്ചിട്ടുള്ളത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്താ? ഞാൻ ശതകർണി എന്ന് പറയുന്ന ഒരാളെ തോൽപ്പിച്ചു, 2 തവണ തോൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ ഇതിന്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുക. ചാസ്റ്റ് സാൻസ്ക്രിറ്റിൽ എഴുതിയത് ഏതാണ്? ഗിർനാർ അല്ലെങ്കിൽ ജുനഗർ. ഓക്കെ, ആ കാര്യം ആലോചിക്കാം. ഇനി അടുത്ത് ഫസ്റ്റ് സദേൺ ക്യാമ്പയിൻ ഓഫ് അലാവുദ്ദീൻ ഖിൽജി ഇൻ 1307 to 8 AD വാസ് ലെഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ്? ഫസ്റ്റ് സദേൺ ക്യാമ്പയിൻ, കാരണം ആദ്യമായിട്ട് സദേൺ, അതായത് മുഗൾസ് മുഗൾസ് അല്ല, ആ ഒരു മിഡീവൽ പീരീഡിൽ ഒരാൾ എന്ത് ചെയ്തത്? സൗത്തിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ അത്രമാത്രം ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എന്തോ വലുതാണെന്ന് വിചാരിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. എന്തിനേയും മറികടക്കണം, അവിടെ എനിക്കൊരു സ്വതന്ത്രം ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു പേര് അലി ഗുർഷപ്പ് എന്നാണ്. മാത്രമല്ല പുള്ളി എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അതിനെന്താ പറയുന്നത്? സിക്കന്ദർ ഈ സൈനി അല്ലേ, സിക്കന്ദർ ഈ സൈനി എന്ന് പറയും. കാരണം പുള്ളി തന്നെ വിശേഷിപ്പിക്കുന്നത് സെക്കൻഡ് അലക്സാണ്ടർ എന്നാണ്. കാരണം എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആര് നടന്നത്? അലാവുദ്ദീൻ ഖിൽജി നടന്നത്. മറ്റൊരു പേരെന്താണ്? അലി ഗുർഷപ്പ് എന്നാണ് അല്ലെ.
അലി ഖുർഷപ്പ് എന്നാണ് പേര്. അലാവുദ്ദീൻ ഖിൽജിയുടെ മറ്റൊരു പേര് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഖിൽജി. ഏറ്റവും നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ഡൈനാസ്റ്റി വരുന്ന സമയത്ത് സ്ലേവ്, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി എന്ന് പറഞ്ഞ് ഈ ഒരു ഡൈനാസ്റ്റി വരുന്ന സമയത്ത് തന്നെ ഏറ്റവും കുറവ് കാലം ഭരിച്ചിട്ടുള്ള ഒരു ഏതാണ് ഈ പറയുന്ന ഡൈനാസ്റ്റിയാണ് ഖിൽജി. ഏറ്റവും കൂടുതൽ കാലം തുഗ്ലക്കുമാണ്. ആ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കിക്കോണം. അപ്പൊ അതിൽ തന്നെ ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് അമ്മാവനാണ്, ഭാര്യയുടെ അച്ഛനാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ അമ്മായി അച്ഛനാണ് ആരെന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി എന്ന് പറയുന്ന ഖിൽജി ഡൈനാസ്റ്റി ഉണ്ടാക്കിയ ആൾ. ആ ആളെ എന്ത് ചെയ്തു, മർഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റൂളിങ്ങിലേക്ക് ആര് കയറുന്നത്, അലാവുദ്ദീൻ ഖിൽജി കയറുന്നത്. കാരണം അത്രയും എന്താണ് ക്രൂക്കഡായിരുന്നു, അത്രത്തോളം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ കൂടെ എപ്പോഴും ഒരു കമാൻഡർ ഇൻ ചീഫായിട്ട് നിന്നത് ആരാണ്, മാലിക് കഫൂർ ആണ് അല്ലെ. മാലിക് കഫൂർ ആണ് തൻ്റെ ഏറ്റവും എന്താണ് വിശ്വസ്തനായിട്ട് നിന്ന കമാൻഡർ എന്ന് പറയുന്നത് മാലിക് കഫൂർ ആണ്. അപ്പോൾ മാലിക് കഫൂർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻസ് ഒക്കെ സദേൺ ക്യാമ്പയിനൊക്കെ നടത്തുന്ന ആരാണ്, ഈ പറയുന്ന മാലിക് കഫൂറിനെയാണ് പറഞ്ഞു വിടുന്നത്. അവിടെ പോ ഇവിടെ പോ എന്നൊക്കെ പറഞ്ഞ് വിടുന്നത് ആരെയാണ്, മാലിക് കഫൂറിനെയാണ്. അങ്ങനെ 1296 ഫസ്റ്റ് ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യാനായിട്ട് ആര് നോക്കിയിട്ടുണ്ട്, അലാവുദ്ദീൻ ഖിൽജി നോക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു, വീണ്ടും ഭരണത്തിൽ കയറേണ്ട ആവശ്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പിന്നെ അവർ സ്റ്റോപ്പ് വന്നത്. പിന്നെ എന്ത് ചെയ്തു, 1307 AD ഒക്കെ ആയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഡെക്കാനിലേക്ക് വിടുകയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സദേൺ അറ്റാക്ക് നടത്തുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ദേവഗിരിയിലാണ്. എവിടെയാണ്, ദേവഗിരി, ദൗലത്താബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ. ദേവഗിരിയിലാണ് അത് നടത്തുന്നത്. ഇന്നത്തെ ദൗലത്താബാദിൻ മഹാരാഷ്ട്രയാണ്. ഇന്നത്തെ മഹാരാഷ്ട്രയിലെ ദൗലത്താബാദിലേക്കാണ് വിടുന്നത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. യാദവ ഡൈനാസ്റ്റി, ദേവഗിരിയിൽ ഉണ്ടായിരുന്ന യാദവ ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്, തോൽപ്പിച്ചിട്ടുമുണ്ട്, അവിടുത്തെ രാജ്യം വെട്ടിപ്പിടിച്ചിട്ടുമുണ്ട് കേട്ടോ. യാദവ ഡൈനാസ്റ്റിയാണ് തോൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആരാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിക് കഫൂറിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാലിക് കഫൂർ ആണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതും എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളുക. അപ്പൊ യാദവ ഡൈനാസ്റ്റി ഓഫ് ദേവഗിരിയാണ് അവരെന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഹൊയ്സാലയുടെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്ന, ഹൊയ്സാല ഭരിച്ചുകൊണ്ടിരുന്ന ദ്വാരസമുദ്ര, ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് അറ്റാക്കാണ് ഇവിടെ ചോദിക്കുന്നത്, ഫസ്റ്റ് സദേൺ ക്യാമ്പയിൻ അറ്റാക്കാണ് ചോദിക്കുന്നത്, അത് ദേവഗിരിയാണ്. രണ്ടാമത് ഈ ദ്വാരസമുദ്ര എന്ന് പറയുന്ന ഹൊയ്സാലയുടെ സ്ഥലവും എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലം, മധുര അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പാണ്ഡ്യന്മാരുടെ മധുര അറ്റാക്ക് ചെയ്തു. ഒരു പരിധി വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ ഒരു രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാരാങ്കൽ എന്ന് പറയുന്ന സ്ഥലവും എന്ത് ചെയ്തിട്ടുണ്ട്, ആള് ചെയ്തിട്ടുണ്ട്. കാകതീയ ഡൈനാസ്റ്റിയാണ് വാരങ്കൽ എന്ന് പറയുന്ന സ്ഥലം, കാകതീയ ഡൈനാസ്റ്റി. ഇതെല്ലാം ആര് ചെയ്തിട്ടുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് മാലിക് കഫൂർ വഴി അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, ആ പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. അപ്പൊ ദേവഗിരി, ദ്വാരസമുദ്ര, മധുര, വാറങ്കൽ എല്ലാം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ദേവഗിരിയാണ്, ദൗലത്താബാദിലെ ദേവഗിരി. ഓക്കെ, ആ പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സിക്കന്ദർ ഈ സൈനി എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് അലക്സാണ്ടർ എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് അലക്സാണ്ടർ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിക്ക് മുന്നേ ഖിൽജി ഡൈനാസ്റ്റി ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അമ്മായി അച്ഛനായ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി ആണ് കേട്ടോ. ഫിറോസ് ഖിൽജി ആണ്. ഓക്കെ, ആ പോയിന്റും കൂടെ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കണം. 1290 AD ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സ്ലേവ് ഡൈനാസ്റ്റിയിലുള്ള സ്ലേവ് അല്ലെങ്കിൽ മാംലൂക്ക് ഡൈനാസ്റ്റിയെ തോൽപ്പിച്ചുകൊണ്ടാണ്. മാംലൂക്ക് ഡൈനാസ്റ്റിയെ തോൽപ്പിച്ചുകൊണ്ട് 1290 ആര് കയറുന്നത്, ജലാലുദ്ദീൻ കയറുന്നത്. 1290 തൊട്ട് 1296 വരെ ആര് ഭരിച്ചു, ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി ഇത് ചെയ്യുന്നു. പിന്നെ 1296 ആര് കയറുകയാണ്, അലാവുദ്ദീൻ ഖിൽജി കയറുകയാണ് കേട്ടോ. അപ്പൊ അത്രയും പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്, ഏത് ജുഡീഷ്യൽ സിസ്റ്റത്തിനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലൂറൽ ജുഡീഷ്യൽ സിസ്റ്റം ആണോ, പ്ലൂറൽ ആണോ? പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റോൾസിന് വേണ്ടിയായിട്ട് മൾട്ടിപ്പിൾ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്ലൂറൽ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോർട്ടുകൾ ഉണ്ടാവും. അതായത് റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഒരു കോർട്ട്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഒരു കോർട്ട്, കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഒരു കോർട്ട്, ഇന്റർനാഷണൽ ലോയ്ക്ക് വേണ്ടി ഒരാളുടെ, സ്റ്റേറ്റ് ലോയ്ക്ക് വേറൊരെണ്ണം, അങ്ങനെ മൾട്ടിപ്പിൾ കോർട്ടാണോ നമുക്കുള്ളത്? അപ്പെക്സ് ബോഡി ആയിട്ട് നമുക്ക് ഒരൊറ്റ കോർട്ടേ ഉള്ളൂ. അത് ഏതാണ്? സുപ്രീം കോർട്ടാണ് അല്ലേ. നമുക്കൊരു പിരമിഡൽ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്.
സിംഗിൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ഇതൊരു പിരമിഡ് പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സുപ്രീം കോർട്ട് ഉണ്ടായിരിക്കും, അപ്പെക്സ് ബോഡി ആയിട്ട് എന്തുണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. പിന്നെ ഓരോ സ്റ്റേറ്റിലും എന്തുണ്ട്, ഹൈക്കോർട്ടുകളുണ്ട്. എന്തുണ്ട്, ഹൈക്കോർട്ടുകളുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ട്, ഡിസ്ട്രിക്ട് കോർട്സുകളുണ്ട് അല്ലേ, ഡിസ്ട്രിക്ട് കോർട്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്കൊരു ഒരു പിരമിഡൽ ഫോമിലുള്ള ഒരു സിംഗിൾ ഇന്റഗ്രേറ്റഡ് ഇൻഡിപെൻഡന്റ് സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇൻഡിപെൻഡന്റ് ആണ്. അപ്പെക്സ് ബോഡി ആയിട്ടുള്ള സുപ്രീം കോർട്ടിന് മാത്രമേ എന്തുള്ളൂ, അധികാരമുള്ളൂ എന്ത് കാര്യം ചെയ്യണമെന്നുള്ളത്. കാരണം ഇവിടെ എന്തില്ല, നമ്മൾ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവോ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ആരുടെയും അഭിപ്രായം ചോദിക്കുന്നില്ല. ജുഡീഷ്യറി പ്രത്യേകമാണ്, എക്സിക്യൂട്ടീവിനെയോ ലെജിസ്ലേറ്റീവിനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതെന്താണ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ഡ്യുവൽ ജുഡീഷ്യൽ സിസ്റ്റം ഉള്ളതുകൊണ്ട്, അതായത് നമുക്കിപ്പോൾ ഒരു ഡ്യുവൽ സിസ്റ്റം ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ പറയത്തില്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ പൊളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡ്യുവൽ പൊളിറ്റി ആണ്, അതായത് ഫെഡറൽ സിസ്റ്റം ആണ്. സെന്ററിൽ ഒരു ഭരണമാണ്, സ്റ്റേറ്റിൽ ഒരു ഭരണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ പൊളിറ്റി എന്ന് പറയാം, ഡ്യുവൽ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഡ്യുവൽ ജുഡീഷ്യൽ സിസ്റ്റം കാണിക്കുന്നവരുണ്ട്, സെന്ററിൽ പ്രത്യേകം കാര്യങ്ങൾ നോക്കുന്നവരും അതുപോലെ സ്റ്റേറ്റിൽ കാണിക്കുന്നവരും ഉണ്ട്. ഓക്കെ, പിന്നെ പാർഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടേമേ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ ചില ഇടക്കാല പോലെ ഒരു രീതിയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഓക്കെ, ഇതിപ്പം നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ പാർട്ട് 5-നകത്താണ് അല്ലേ. പാർട്ട് 5 യൂണിയൻ എന്ന് പറയുന്ന അകത്താണ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് ഉണ്ട്, പാർലമെന്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുണ്ട്, ചാപ്റ്റർ 4 ആയിട്ട് ജുഡീഷ്യറി ഉണ്ട് അല്ലേ, ജുഡീഷ്യറി ഉണ്ട്. അതിനകത്താണ് ഏത് പറയുന്നത്, ഈ സുപ്രീം കോർട്ടും കോർട്ടിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് അല്ലേ. 124 തൊട്ട് തുടങ്ങുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതിൽ വരുന്നത്, ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്നത്. 124 സുപ്രീം കോർട്ട് തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഏകദേശം 147 ഒക്കെ ഇടയ്ക്കൊക്കെ വെച്ച് ജുഡീഷ്യറി പോയിന്റ് ഒക്കെ നിർത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജ് ആരാണ്, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്, BR ഗവായി ആണ് അല്ലേ. BR ഗവായി ആണ്. പുതിയ ഹൈക്കോടതി ജഡ്ജസും പുതിയതായിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് മൊത്തത്തിൽ എത്ര ഹൈക്കോർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഹൈക്കോർട്ട് ഉണ്ടടാ, 25 ഹൈക്കോർട്ടുകളുണ്ട് നമുക്ക്. എത്ര ഹൈക്കോർട്ടുണ്ട്, 25 ഹൈക്കോർട്ടുകളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൽക്കത്ത ഹൈക്കോർട്ടാണ്. കൊൽക്കത്ത ഹൈക്കോർട്ടാണ് ഏറ്റവും പഴയതെന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായത് ഏകദേശം 2019-18 റേഞ്ചിൽ നമുക്ക് ഉണ്ടാവുന്നത് ഏതാണ്, ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും വേണ്ടിയുള്ള ഹൈക്കോർട്ടുകളാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് തെലങ്കാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹൈക്കോർട്ടാണ് പിന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ 52nd ചീഫ് ജസ്റ്റിസ് ആരാണ്, ഭൂഷൺ രാം കൃഷ്ണ ഗവായി ആണ് അല്ലെ. ഭൂഷൺ രാം കൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി ആണ്. ആ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത്ര പോയിന്റ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കാനായിട്ടുള്ളത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നത്, റിട്ടുകളൊക്കെ പറയുന്നത് എത്രയാണ്, 32 ആർട്ടിക്കിൾ 32-ഉം ഹൈക്കോർട്ടിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ 226 ആണ് റിട്ടിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് മസ്റ്റ് സെക്യൂർ എ സോഷ്യൽ ഓർഡർ ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ. പീപ്പിളിന്റെ വെൽഫെയറിന് വേണ്ടിയായിട്ട് സ്റ്റേറ്റ് ശ്രമിക്കണം. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഓരോ ആൾക്കാരും, ആ സ്റ്റേറ്റിൽ താമസിക്കുന്ന എല്ലാവരും കൃത്യമായി ജീവിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വെൽഫെയർ കൃത്യമായിട്ട് സോഷ്യൽ വെൽഫെയർ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്, ഇതിലേതാണ് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് പാർട്ടിലാണ് വരുന്നത്, നമ്മുടെ ഡയറക്റ്റീവ് പോളിസി DPSP അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അല്ലേ. അതിൽ തന്നെ സ്റ്റേറ്റ് പോളിസിയാണ്, സ്റ്റേറ്റിലെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, DPSP ആണ്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ആർട്ടിക്കിൾസ് എന്തിലാണ് വരുന്നത്, DPSP-നകത്ത് വരുന്നതാണ് അല്ലേ. DPSP എത്രാമത്തെ പാർട്ടാണ്, പാർട്ട് 4 ആണ്. പാർട്ട് 4-ൽ എത്ര തൊട്ട് എത്ര വരെയാണ്, 36 തൊട്ട് 51 വരെയാണ്. പാർട്ട് 4 ആണ് അല്ലേ, 4 ആണ്. 36 തൊട്ട് 51 വരെയാണ്. ഇത് നമുക്ക് ഒരിക്കലും ലീഗലി എൻഫോഴ്സിബിൾ അല്ലേ. ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് പകരം ഇത് ചെയ്യാത്ത ഒരാളെ പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റത്തില്ല, അവർക്ക് പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. അതിനൊരു ഓരോരോ കണ്ടീഷൻസ് ഉണ്ട്. ഇത് സ്റ്റേറ്റ് പോളിസിയാണ്, ഓരോ ആൾക്കാരും പാലിച്ചിരിക്കേണ്ട, ഓരോ സ്റ്റേറ്റും പാലിച്ചിരിക്കേണ്ട കുറച്ച് കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഗൈഡ് ലൈൻ ആണ്, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണെന്ന് നമുക്ക് പറയാം. ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അല്ലേ, ബോറോ ചെയ്തിരിക്കുന്നത്.
എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ആർട്ടിക്കിളാണ് വെൽഫെയർ ഓഫ് പീപ്പിൾ എന്നെ കുറിച്ച് പറയുന്നത്? വെൽഫെയർ പറയുന്നത്, പീപ്പിളിന്റെ വെൽഫെയറിനെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ഏത് ആർട്ടിക്കിളാണ്? നമ്മുടെ 38 കേട്ടോ. 38. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയത് 36 വിചാരിച്ചോ. ആദ്യം തന്നെ പറയണ്ടേ സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ DPSP വർക്ക് ചെയ്യുന്നതെന്ന് പറയണമല്ലോ. അപ്പോൾ 36 ജസ്റ്റ് തുടങ്ങിയാണ്. പിന്നെ 37 എന്ത് പറയാണ്? ഇത് എന്താണ്? ജസ്റ്റിസിയബിൾ അല്ല. നമുക്ക് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ജഡ്ജ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കോടതി വിധിയാക്കാൻ പറ്റുന്ന കാര്യമല്ല. നോട്ട് ജസ്റ്റിസിയബിൾ അല്ലെങ്കിൽ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള 38ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? സെക്യൂർ സോഷ്യൽ എക്കണോമിക്, എല്ലാം പറയാറുണ്ട്, സോഷ്യൽ എക്കണോമിക്, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആർക്ക് കൊടുക്കണം? പീപ്പിൾസിന് കൊടുക്കണം, അവരുടെ വെൽഫെയറിന് കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. 38 പറയുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കണം. അതിപ്പോൾ വാരി വലിച്ച് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ 37 എന്താണ് പറയുന്നത്? DPSP ആർ നോട്ട് ജസ്റ്റിസിയബിൾ അല്ലെങ്കിൽ നോട്ട് ലീഗലി എൻഫോഴ്സ്ഡ് ബൈ കോർട്ട്. കോർട്ടിന് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ? DPSP എന്ന് പറഞ്ഞാൽ കുറേ പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്ത് കാണും അതിനകത്ത്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ സോഷ്യോ ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ? കുറെ പ്രിൻസിപ്പിൾസ് ആണ്, ഐഡിയോളജിയാണ് അതിൽ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, അതുപോലെ ലിബറൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ, ലിബറൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഈ 3 പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൽ തന്നെ 38 വെൽഫെയർ ഓഫ് പീപ്പിൾ ആണ്, 37 നോൺ ജസ്റ്റിസിയബിൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ്? ഈ പറഞ്ഞു ഇപ്പോൾ ഇത് സ്റ്റേറ്റ് വെൽഫെയർ ആണെന്ന് പറഞ്ഞു അല്ലേ? എന്താണെന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. ഇനി 39 എന്തായിരിക്കും പറയുന്നത്? ഇതെന്ത് ചെയ്യണം? ആര് പാലിക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോളോ ചെയ്യേണ്ട റൂളാണ്. ഇതൊരു പ്രിൻസിപ്പിൾ ആണ്. അത് ആര് ഫോളോ ചെയ്യണം? സ്റ്റേറ്റ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് 39ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 38 എന്താണ്? പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ആണ്, കാര്യം പറഞ്ഞു. ഇനി അത് എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ചെയ്യാണ് 39 എന്ത് പറയാണ്? ഇറ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഫോർ സ്റ്റേറ്റ് ടു ഫോളോ. ഇതെന്താണ്? പ്രിൻസിപ്പിൾസ് ഫോർ സ്റ്റേറ്റ് ടു ഫോളോ. ഇത് സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ആ ഒരു രീതിക്കാണ് അത് പറയുന്നത്. പിന്നെ 40 എന്ത് പറയണം? അപ്പൊ ഈ സ്റ്റേറ്റ് ഇത് ഫോളോ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിന് ആര് വേണം? എല്ലാവരെയും കൂടെ ഒരുമിച്ച് നോക്കാൻ പറ്റുമോ സ്റ്റേറ്റിന്? ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആൾക്കാരുണ്ട്, അത്രയും ആൾക്കാരെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് അവർ എന്ത് തുടങ്ങിയത്? ആൻ ഓർഗനൈസേഷൻ ഫോർ ലോക്കൽ ഗവേണൻസ്. ആൻ ഓർഗനൈസേഷൻ ഫോർ ലോക്കൽ ഗവേണൻസ്, ദാറ്റ് മീൻസ് വില്ലേജ് പഞ്ചായത്ത്സ്. എന്താണ്? വില്ലേജ് പഞ്ചായത്തുകൾ തുടങ്ങി. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. നിങ്ങളുടെ ഫണ്ടമെന്റ് ഏതൊരു കാര്യം എടുത്താലും, DPSP എടുത്താലും ഫണ്ടമെന്റ് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ആ കണക്ഷൻ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 40 എന്താണ് പറയുന്നത്? വില്ലേജ് പഞ്ചായത്തുകളാണ് ഓർഗനൈസ് ചെയ്യുക, അവരെന്ത് ചെയ്യുക? ലോക്കൽ സെൽഫ് ഗവേണൻസ് ചെയ്യണമെന്ന് പറയുന്നതാണ് ആ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. 39 എന്താണ് പറയുന്നത്? പ്രിൻസിപ്പിൾസ് ഫോർ സ്റ്റേറ്റ് ടു ഫോളോ ആണ്. അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആർക്കൊക്കെ കൊടുക്കണം? അവിടുത്തെ സിറ്റിസൺസിന് കൊടുക്കണം. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. അതായത് ഫെയർ വേജസ്, അതുപോലെ പ്രൊട്ടക്ഷൻ, ചിൽഡ്രനും മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ, മൈനോറിറ്റീസിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവർക്ക് കൃത്യമായിട്ടുള്ള അഡിക്വേറ്റ് ലൈവ്ലിഹുഡ് കൊടുക്കണം, റിസോഴ്സസ് ഒരുപോലെ കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യമാണ് 39 വരുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യണമെങ്കിൽ ആര് വേണം? വില്ലേജ് പഞ്ചായത്ത് വേണം. ഓക്കെ, ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരുപാടായി പോകുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങളാണ്. ഇത്ര ആർട്ടിക്കിൾസ് പറഞ്ഞു. ഇതിൽ 38 നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് തന്നെയാണ് 44 എന്താണ് വരുന്നത്? നിങ്ങളുടെ യൂണിഫോം സിവിൽ കോഡാണ് വരുന്നത് അല്ലേ? യൂണിഫോം സിവിൽ കോഡാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. ഈ ഇടയ്ക്ക് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ? ഉത്തരാഖണ്ഡിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്നത്. ഏത്? നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അല്ലേ? ഓക്കെ, അത്ര കാര്യം ആലോചിക്കുക. ഇനി ഉണ്ട് ആർട്ടിക്കിൾസ്, ഞാൻ എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ആവുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അപ്ലൈസ് വെൻ എ കൺസ്ട്രക്ഷൻ വർക്കർ ടേക്സ് ഹിസ് 8 years son to the site rather than sending him to school?
ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചൊന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ഷൻ വർക്കർ തൻ്റെ 8 വയസ്സായിട്ടുള്ള സണ്ണിനെ എവിടെ കൊണ്ടുപോവാണ്? സൈറ്റിൽ കൊണ്ടുപോകുന്നത്. കൺസ്ട്രക്ഷൻ വർക്കർ ആയതുകൊണ്ട്, അച്ഛൻ കൺസ്ട്രക്ഷൻ വർക്കർ ആണെങ്കിൽ ചിലപ്പോൾ സൈറ്റിലൊക്കെ കൊണ്ടുപോകും അല്ലേ? അപ്പോൾ അവിടെ ചോദിക്കുന്നത് അങ്ങനെയാണ്, സൈറ്റിൽ കൊണ്ടുപോയി റാദർ ദാൻ സെൻഡിങ് ഹിം ടു സ്കൂളിൽ വിടുന്നതിനേക്കാളും എന്ത് ചെയ്തു? എവിടെ കൊണ്ടുപോവാണ്? സൈറ്റിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് ആർട്ടിക്കിൾ വഴി അയാളെ പണിഷ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും നമ്മൾ പറയണം എങ്ങനെയാണ് അതിനെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, ഏത് ആർട്ടിക്കിൾ വഴി ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഏത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടി പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുന്നത് DPSPക്ക് തൊട്ട് പുറകെ ആയിട്ട് 4A എന്ന് പറയുന്ന പാർട്ടിലാണ്. 51A എന്ത് വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി വഴിയാണ് ഇത് കൊണ്ടുവരുന്നത് അല്ലെ? സ്വരൺ സിംഗ് കമ്മിറ്റി വഴിയാണ് കൊണ്ടുവരുന്നത്. മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ കാണുന്ന പോലെ IJK A തൊട്ട് K വരെയാണുള്ളത്. A തൊട്ട് K വരെയാണ്. 51A ആർട്ടിക്കിൾ വഴിയാണ് വരുന്നത്, അതായത് അമെൻമെന്റ് വഴിയാണ് വരുന്നത്. ഏത് അമെൻമെന്റ് ആണ്? നമ്മുടെ 42nd അമെൻമെന്റ് ആക്ട്. 42nd അമെൻമെന്റ് ആക്ട് 1976 വഴിയാണ് ഏത് വരുന്നത്? ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് വരുന്നത്. പിന്നെ മറ്റൊരു കമ്മിറ്റിയും കൂടെ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പേരെന്താണ്? വെർമ കമ്മിറ്റി അല്ലേ? ഇത് കൃത്യമായ ഗൈഡ് ലൈൻ വെച്ച് ഇത് പോകണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് വെർമ കമ്മിറ്റിയാണ്. വെർമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയും കൂടെ ഇതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടി പ്രോപ്പർ ആണെന്ന് എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്താനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് വെർമ കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ആർട്ടിക്കിൾ 11 ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ആ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് ആ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? K എന്തായിരുന്നു? K എന്താണ്? K എന്ന് പറഞ്ഞാൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, നോളജിന് വേണ്ടിയിട്ടുള്ള, കിഡ്സിന്റെ നോളജിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? 8 വയസ്സുള്ള സണ്ണിനെ ഇവിടെ കൊണ്ടുപോവാണ്, കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടുപോവാണ്. പഠിക്കാൻ വിടുന്നതിന് പകരം കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടുവന്നു. അതെന്താണ്? തെറ്റാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി അനുസരിച്ച് ഇറ്റ്സ് പാരൻസിന്റെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാരൻസ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 6 to 14 വയസ്സ് വരെ ഉള്ളവർക്ക്, 6 to 14 വയസ്സ് വരെ ഉള്ളവർക്ക് കമ്പൽസറി എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യണം. കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആര്? പാരൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A K എന്ന് പറയുന്നത്. K എന്താണ്? കിഡ്സ് ആണ്, നോളജ് ആണ്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളൂ കേട്ടോ, മനസ്സിലാക്കിക്കോളാം. K എന്താണ്? ഈ പറയുന്ന കിഡ്സ് നോളജിന്റെ കാര്യമാണ് പറഞ്ഞത്. 6 to 14 ഇയേഴ്സ് വരെ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? ഏതൊരു സിറ്റിസൺ അല്ലെങ്കിൽ ഏതൊരു പാരന്റിന്റെയും അത്യാവശ്യമാണ് 51AK പ്രകാരം കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഏത് ആക്ട് പ്രകാരമാണ്? 86th അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. 86ാമത്തെ അമെൻമെന്റ് ആക്ട് ഏത് വർഷം വന്നത്? 2002 അല്ലേ? 86th അമെൻമെന്റ് ആക്ട് 2002 വഴിയാണ് എന്ത് വരുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ പറഞ്ഞിട്ട് എന്ത് വരുന്നത്? കാര്യങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആക്ട് കൊണ്ടുവരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE ആക്ട് വരുന്നത് 2009 പക്ഷേ അത് പ്രകാരം 86ാമത്തെ അമെൻമെന്റ് ആക്ട് വഴിയാണ് നമ്മൾ എന്ത് കൂട്ടിച്ചേർക്കുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ. 86ാമത്തെ അമെൻമെന്റ് ആക്ട് വഴി റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ ആഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പാർട്ടായിട്ടാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ കൊണ്ടുവന്ന് 51AKയിൽ എന്ത് പറയുന്നത്? ഈ പറയുന്ന ഈ കാര്യം പറഞ്ഞത്. പിന്നെ ഒരു 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇത് എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇതാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തിനെ തുടർന്നാണ്? ഈ 86th അമെൻമെന്റ് ആക്ട് വഴിയാണ് പറയുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നത് DPSP അയർലൻഡിൽ നിന്നാണെങ്കിൽ ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്, USSRൽ നിന്നാണ്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളാം. അപ്പോൾ K എന്താണെന്ന് നമ്മൾ പറഞ്ഞു? കിഡ്സിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. H എന്താണ്? H എന്ന് പറഞ്ഞാൽ എന്താണ്? Hൽ തന്നെ ഉണ്ട്. Hൽ തന്നെ ഉള്ളത് എന്താണ്? ഹ്യൂമാനിറ്റി ഉണ്ടായിരിക്കണം. ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കണം. H എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി ആണ്. സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കണം. J എന്താണ്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആണ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജീനിയസ് ആയിരിക്കണം. നമ്മളെല്ലാവരും ഒരുപോലെ, നമ്മളെന്ന് വെച്ചാൽ ഓരോ മനുഷ്യരും ഭയങ്കര ജീനിയസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു രാജ്യത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, നമ്മുടെ ഫിനാൻസ് കൂടും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ആൾക്കാർ എന്തായിരിക്കണം? ജീനിയസ് ആയിരിക്കണം, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആയിരിക്കണം, എക്സ്ട്രാ ഓർഡിനറി ആവണമെന്ന് പറയുന്നതാണ് 51AJ എന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞാൽ എന്താണ്? an eye for an eye. എപ്പോഴും എന്തുണ്ടായിരിക്കണം? അവർ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ പോലും ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നോ വയലൻസിനെ കുറിച്ചും സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി ആണ്. സേഫ് ഗാർഡ്
പബ്ലിക് പ്രോപ്പർട്ടി. സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഐ ഫോർ ആൻ ഐ, അതായത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നശിപ്പിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടിക്കണം. സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ഐ ഫോർ ആൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ണ് കൊടുക്കണം. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. പക്ഷെ അവിടെ എന്തും കൂടെ പറയുന്നുണ്ട്, നോ വയലൻസ്, വയലൻസ് ഇല്ലാതെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നോ വയലൻസ് എന്നല്ല, അബ്ജർ വയലൻസ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അബ്ജർ, അബ്ജർ, നിങ്ങൾ CGL പഠിക്കുന്ന അബ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നോ എന്നുള്ളൊരു മീനിങ് ആണ്. വയലൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പോയിന്റ് അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഫോർ ആൻ ഐ ആണ്, അതായത് സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി ആണ്, പക്ഷേ വിത്ത് നോ വയലൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിക്കോളുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? 6 to 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ. കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 45 എന്താണ്? ആർട്ടിക്കിൾ 45 എന്താ പറയുന്നത്? ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 ഷുഡ് ഹാവ് എന്ത് കൊടുക്കണം? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലേ. ഇയർലി ചൈൽഡ്ഹുഡ് കെയർ കൊടുക്കണം. എന്ത് കൊടുക്കണം? ഇയർലി ചൈൽഡ്ഹുഡ് കെയർ കൊടുക്കണം. അതാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ 6 years ഓൾഡ്, അതായത് ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ 6 years. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? ഇയർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും കൊടുക്കണം. അതാണ് പറയുന്നത് കേട്ടോ, അതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ മനസ്സിലാക്കിക്കോളുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പഠിക്കണം കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പൊളിറ്റിയൊക്കെ പഠിക്കുമ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടി, DPSP റൈറ്റ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ പ്രിവെന്റ്സ് ദ കോൾഡ് വിൻഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ഫ്രം എൻ്ററിങ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഫിസിക്കൽ ഫീച്ചർ, ഏത് ഫിസിക്കൽ ഫീച്ചർ വഴിയാണ്? ഏത് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ വഴിയാണ് കോൾഡ് വിൻഡ്? സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിൽ കിടക്കുന്ന ആൾക്കാരാണ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്. അതായത് ചൈന, ജപ്പാൻ, നേപ്പാൾ, സൗത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, തായ്ലൻഡ്, മലേഷ്യ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സെൻട്രൽ ഏഷ്യ വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു തണുപ്പ്, പ്രിവെന്റ് ദ കോൾഡ് വിൻഡ്. അവിടെ നിന്ന് വരുന്നത് കോൾഡ് വിൻഡാണ്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ്? ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് അത് എൻ്റർ ചെയ്യാതിരിക്കാൻ തടയുന്നത് ആരാണ്? ആര് തന്നെയാണ്? അവിടുത്തെ ബാരിയർ ആയിട്ട് നിൽക്കുന്ന ആരാണ്? നമ്മുടെ ഹിമാലയാസ് ആണ് അല്ലേ. എന്താണ് നിൽക്കുന്നത്? ഹിമാലയാസ് ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഹിമാലയാസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത്രയും കോൾഡ് വിൻഡ്, ഹാർഷ് ക്ലൈമറ്റിൽ. ഒന്നാമതേ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ആണ്, അരുണാചൽ പ്രദേശ്, ആ ഒരു പറയുന്ന ആ ഭാഗങ്ങളെല്ലാം. അപ്പോൾ ആ ഏരിയയിൽ നിന്നെക്കാളും വീണ്ടും എന്ത് ചെയ്യുന്നത്? ഇത്രയും തണുപ്പ് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്, ഇത്രയും തണുപ്പ് ഉണ്ടായിട്ടും നമ്മൾ ആ ഒരു ബാരിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെയാണ്? ശരിക്കും പറഞ്ഞാൽ ഹിമാലയാസ് ആണ്. അല്ലെങ്കിൽ ഇതിനേക്കാളും തണുപ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നേനെ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ബാരിയർ ആരാണ്? ഹിമാലയാസ് ആണ്. അപ്പോൾ ഹിമാലയാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ ഈ ഒരു ഹിമാലയാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ലേയേഴ്സാണ് ഹിമാലയാസിന് വരുന്നത് അല്ലേ. 3 ലേയേഴ്സാണ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയുടെ മാപ്പ് ഒന്നും എനിക്കറിയില്ല. ആ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 3 ലേയേഴ്സാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ലെയർ എന്താണ്? ഗ്രേറ്റർ ഹിമാലയാസ് ആണ് അല്ലേ. ഫസ്റ്റ് ലെയർ എന്താണ്? ഗ്രേറ്റർ ഹിമാലയാസ് ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയറിന് എന്ത് പറയാം? നമുക്ക് ഹിമാദ്രി എന്ന് പറയാം. ഹിമാചൽ പഠിക്കുമ്പോൾ നിങ്ങൾ അറിയണം, ഗ്രേറ്റർ ഹിമാലയസ് അല്ലെങ്കിൽ ഹിമാദ്രി ആണ് മുകളിലെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോർഷൻ എന്ത് പറയാം? നമുക്ക് ലെസ്സർ ഹിമാലയാസ് എന്ന് പറയാം അല്ലേ. ലെസ്സർ ഹിമാലയ അല്ലെങ്കിൽ എന്തെന്ന് നമുക്ക് പറയാം? ഹിമാചൽ എന്ന് പറയാം അല്ലേ. ഹിമാചൽ, മുകളിലത്തത് ഹിമാദ്രി, രണ്ടാമത്തത് ഹിമാചൽ, മൂന്നാമത്തെ ഔട്ടർ ഹിമാലയാസിനെ എന്തെന്ന് പറയാം? ഔട്ടർ ഹിമാലയാസിനെ നമുക്ക് എന്തെന്ന് പറയാം? ശിവാലിക്സ് എന്ന് പറയാം അല്ലേ. എന്ത് പറയാം? ശിവാലിക്സ് എന്ന് പറയാം. ഇങ്ങനെയാണ് ആ ഒരു ഹിമാലയാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ, ഒരു ടോട്ടൽ ഇത് കൊടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് നമുക്ക് പറയാം? മൊത്തത്തിൽ 2500 കിലോമീറ്റർ ആണ് നമുക്ക് എന്തുള്ളത്? ഹിമാലയാസിനുള്ളത് 2500 കിലോമീറ്റേഴ്സാണ് വെസ്റ്റ് ടു ഈസ്റ്റ് എന്നുള്ള രീതിയിൽ. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൊത്തം 2500 കിലോമീറ്റർ ആണ് വരുന്നത്. 2500 കിലോമീറ്റർ ആണ് വെസ്റ്റ് ടു ഈസ്റ്റ് വരുന്നത്. പക്ഷെ ബ്രോഡർ പോർഷൻ എവിടെയാണ് വരുന്നത്? വെസ്റ്റിലാണ് വരുന്നത്. 400 കിലോമീറ്ററോളം വെസ്റ്റിലാണ് ഹിമാലയാസ് സ്പ്രെഡായി കിടക്കുന്നത്. അതേസമയം ഈസ്റ്റിൽ വരുമ്പോൾ ഏകദേശം 150 കിലോമീറ്ററേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? ഈസ്റ്റിൽ ഹിമാലയാസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. വൈഡർ വെസ്റ്റ് റീജിയനിലാണ്. ശരിക്കും ഈ ഒരു റീജിയൻ വരുന്നത് എന്തിൽ നിന്നാണ്? ശരിക്കും ഇൻഡസിൽ നിന്ന് തുടങ്ങി, അങ്ങനെ തന്നെ പറയാം. നമുക്ക് ഇൻഡസ് ആണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇൻഡസിൽ നിന്ന് തുടങ്ങി ഏകദേശം ഇങ്ങറ്റം എന്താണ്? ബ്രഹ്മപുത്രയാണ് അല്ലേ. ബ്രഹ്മപുത്ര, ഇൻഡസിൽ നിന്ന് തുടങ്ങി ബ്രഹ്മപുത്ര വരെയാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലോ വരുന്നത്.
ആ ഒരു റിവർ സിസ്റ്റം ഒഴുകുന്നതായാലും ആ ഒരു രീതിക്കാണ് അല്ലേ. അവിടെ നിന്ന് ഇങ്ങേ അറ്റം വരെയാണ് വരുന്നത്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 2500 കിലോമീറ്റർ വിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ടിബറ്റൻ പ്ലേറ്റ്യൂ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ടിബറ്റൻ പ്ലാറ്റ്യൂവിൽ നിന്ന് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹിമാലയാസ് ആണ്. ടെക്ടോണിക് പ്ലേറ്റ് ഡിവിഷൻ വഴിയാണ് ഹിമാലയാസ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് ആ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയ, ഔട്ടർ ഹിമാലയ ഉണ്ട്. ഇതെല്ലാം മൂന്നും എന്താണ് ഹിമാലയൻ റേഞ്ചസ് വരുന്നത് ആ ഒരു ഭാഗങ്ങളാണ്. പിന്നെ ഈ ഇതിന് തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്? ഈ ഒരു ഇത്രയും പോർഷന് മുകളിലായിട്ട് വീണ്ടും എന്തുണ്ട്? ഈ ഇത്രയും ഭാഗമായിട്ട് എന്തുണ്ട്? ട്രാൻസ് ഹിമാലയാസ് ഉണ്ട് അല്ലേ. ട്രാൻസ് ഹിമാലയാസ് ഇതിൻ്റെയും അപ്പർ റീജിയൻ ആയിട്ടാണ് എന്തുള്ളത്? ട്രാൻസ് ഹിമാലയാസ് ഉള്ളത്. ശരിക്കും ഗ്രേറ്റർ ഹിമാലയാസിലാണ് മൗണ്ട് എവറസ്റ്റ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. മൗണ്ട് എവറസ്റ്റ് തുടങ്ങിയ പീക്കുകളുള്ളത് ഏതിനകത്താണ്? ഈ ഗ്രേറ്റർ ഹിമാലയസിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും എന്തുണ്ട്? ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞ റേഞ്ച് ഉണ്ട്. ഈ ട്രാൻസ് ഹിമാലയാസിലാണ് ഏതൊക്കെ വരുന്നത്? ട്രാൻസ് ഹിമാലയാസിലാണ് എന്തൊക്കെ വരുന്നത്? നമ്മുടെ ലഡാക്ക് പോലെയുള്ള റീജിയൻസ് അല്ലേ. ട്രാൻസ് ഹിമാലയക്കകത്താണ് എന്ത് വരുന്നത്? റേഞ്ചസ് വരുന്നത്. അതായത് ലഡാക്ക്, സസ്കർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കാരക്കോറം റേഞ്ച്, കൈലാഷ് റേഞ്ച്, ഇതെല്ലാം വരുന്ന എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പർ ഫേസ് ആണ്. അതായത് ഗ്രേറ്റർ ഹിമാലയസിൽ കഴിഞ്ഞ് നിൽക്കുന്ന ട്രാൻസ് ഹിമാലയാസിലാണ് വരുന്നത് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൈലാഷ്, സൻസ്കാർ, കാരക്കോറം, ലഡാക്ക് ആണ് ട്രാൻസ് ഹിമാലയാസിൽ വരുന്നത്. അതേസമയം ഗ്രേറ്റ് ഹിമാലയാസിൽ ഏതാണ്? നമ്മുടെ മൗണ്ട് എവറസ്റ്റ് പോലെയുള്ള, കാഞ്ചൻജംഗ പോലെയുള്ള സ്ഥലങ്ങളാണ് നിൽക്കുന്നത്. മൗണ്ട് എവറസ്റ്റിന്റെ ഇത് എത്രയാണ്? 48-48 മീറ്റർ ആണ് അല്ലേ. 88-48 മീറ്റർ ആണ് അല്ലേ. ആ ഒരു കാര്യത്തിലേക്ക് ആദ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ പീക്ക് ഏത് തന്നെയാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലേ. മൗണ്ട് എവറസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നിൽക്കുന്നത് ഏതാണ്? K2 ആണ്. എന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് അല്ലേ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന മൗണ്ട് K2 ആണ്. അത് എത്രയാണ്? 86-11 മീറ്റർ ആണ് അല്ലേ. ഏകദേശം 88-48 മീറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? ഈ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. അത് ഗ്രേറ്റർ ഹിമാലയാസിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞാൽ 86-11 മീറ്റർ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നിൽക്കുന്ന കാഞ്ചൻജംഗ സിക്കിമിലെ കാഞ്ചൻജംഗ എത്രയാണ്? ശരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് നിൽക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ബൗണ്ടറിയും കൂടെ കവർ ചെയ്ത്, ഇന്ത്യയും നേപ്പാളും കൂടെ കവർ ചെയ്താണ് കാഞ്ചൻജംഗ നിൽക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള അല്ല, ഇന്ത്യയിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയാണ്. എത്രയാണ്? 85-86 മീറ്റർ ആണ് അല്ലേ. 85-86 മീറ്റർ ആണ് നിൽക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ മാത്രം ഉള്ള പീക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? നന്ദപർവ്വത് ആണ് അല്ലേ. നന്ദപർവ്വത് അല്ലേ. നന്ദപർവ്വത് എന്ന് പറയുന്നതാണ്. നന്ദാദേവി ഹിൽസ്, നന്ദപർവ്വത് എന്ന് പറയുന്ന ഹിൽസ് ആണ്. അപ്പൊ അത് ഏതാണ്? 78-16 മീറ്റർ ആണ്. 7816 മീറ്റർ ആണ്. ഓക്കെ, 7816 മീറ്റർ ആണ്. ഓക്കെ, അത് 7000 സംതിങ് ആണ് വരുന്നത്. എങ്കിൽ പോലും അതാണ് ഇന്ത്യയിൽ നിൽക്കുന്ന മൊത്തത്തിലുള്ള, അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. 78-16 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അത്ര പോയിന്റ് അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓരോന്നും ഓരോ രീതിക്കാണ് വരുന്നത്. ലെസർ ഹിമാലയാസിനകത്താണ് എന്ത് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റർ ഹിമാലയസിൽ ഇതുപോലത്തെ മൗണ്ടൻ റേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ലെസർ ഹിമാലയാസിനകത്ത് എന്താണ് വരുന്നത്? ലെസർ ഹിമാലയാസിനകത്താണ് എന്ത് വരുന്നത്? ഈ പറയുന്ന പോലെ കാശ്മീർ വാലി, കുള്ളു വാലി എന്നൊക്കെ പറയുന്ന വാലി വരുന്നത് ലെസർ ഹിമാലയക്കകത്താണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഔട്ടർ ഹിമാലയാസ്, ഏറ്റവും താഴെയുള്ള ശിവാലിക് റേഞ്ചിൽ ഏതാണ് വരുന്നത്? ഔട്ടർ ഹിമാലയസിലാണ് എന്ത് വരുന്നത്? ജമ്മു ഹിൽസ് വരുന്നത്. ജമ്മു ഹിൽസ് കേട്ടോ. അതുപോലെ തന്നെ ലെസർ ഹിമാലയാസിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏതൊക്കെ ഉണ്ട്? ഈ പറയുന്ന ഡാർജിലിംഗ് പോലെയുള്ള, ഷിംല, മുസോറി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ലെസർ ഹിമാലയക്കകത്താണ് കേട്ടോ. ഷിംല, ഡാർജിലിംഗ്, മുസോറി എന്നൊക്കെ പറഞ്ഞ ഏറ്റവും നല്ല സ്ഥലങ്ങളില്ലേ, ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ള, അതൊക്കെ ലെസർ ഹിമാലയക്കകത്താണ് വരുന്നത്. അവിടെ തന്നെയാണ് കാശ്മീർ വേലി, കുള്ളു വാലീസ് ആണ് വരുന്നത്. ഔട്ടർ ഹിമാലയാസ് ആവുമ്പോഴേക്കും എന്ത് വരെയാണ്? ഹിമാചൽ എന്ന് പറയുന്ന അല്ലെ ശിവാലിക് എന്ന് പറയുന്ന റീജിയൻ വരുമ്പോഴേക്കും എന്തായി മാറുകയാണ്? ഡൂൺസുകളായി മാറുകയാണ്. ഡൂൺസ്, വാലി മാറിയിട്ട് ഡൂൺസ് ആവുകയാണ്. ഡൂൺസ് ആവുമ്പോൾ അതാണ് ഡെറാഡൂൺ എന്നൊക്കെ പറയുന്ന. അതുപോലെ തന്നെ ജമ്മു എവിടെയാണ്? ഔട്ടർ റേഞ്ചിലാണ് വരുന്നത്. കാശ്മീർ ആണ് ഇതിൽ വരുന്നത്? ലെസർ ഹിമാലയാസിൽ വരുന്നത്. ലെസർ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കാശ്മീർ, താഴെ നിൽക്കുന്നത് ജമ്മു ഹിൽസും ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളുക കേട്ടോ. മനസ്സിലാക്കിക്കോളുക. ഒരുപാട് കൺഫ്യൂഷൻ തോന്നണ്ട. നിങ്ങൾ ഇതെല്ലാം പഠിച്ചതാണെന്ന് ഞാൻ വിശ്വാസത്തിലാണ്. റിവിഷൻ സെഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് എഴുതി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിമാലയാസിനെ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റേൺ റേഞ്ചിലുള്ളതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റർ ഹിമാലയ. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈസ്റ്റ് വരെയും, എന്നാലും ഗ്രേറ്റർ ഹിമാലയാസ്, അതുപോലെ തന്നെ ഈ ലെസർ ഹിമാലയാസ്, ഔട്ടർ ഹിമാലയാസ്, അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ട്രാൻസ് ഹിമാലയാസ്. പിന്നെ ഈ ഈസ്റ്റേൺ സൈഡിൽ വരുമ്പോൾ കുറേ ഹിൽസ് ഇല്ലേ, നമ്മുടെ പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയും. എന്താണ് പൂർവാഞ്ചൽ ഹിൽസ്? ഇതിനകത്ത് കുറേ ഹിൽസ് അകപ്പെട്ടിട്ടുണ്ട്. അതായത് 4 സ്റ്റേറ്റുകളാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ഏതാണ് അരുണാചൽ പ്രദേശ്, അതുപോലെ നമ്മുടെ മണിപ്പൂർ വരുന്നുണ്ട്, മിസോറാം വരുന്നുണ്ട് അല്ലേ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, അതുപോലെ തന്നെ നാഗാലാൻഡ്. ഈ 4 സ്ഥലമാണ് ശരിക്കും പൂർവാഞ്ചൽ ഹിൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് അല്ലേ. പൂർവാഞ്ചൽ ഹിൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഹിൽസും കൂടെ വരുന്നുണ്ട്. ആ ഹിൽസും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് പലതും അറിയായിരിക്കും, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. മിസോറാമിൻ്റെ ഹില്ല് മീസോ ഹിൽസ്, അതുപോലെ മിഷിമി ഹിൽസ്, അതുപോലെ ഖാസി ഗാരോ ഹിൽസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നാഗാലാൻഡ് ഖാസി ഹിൽസ്, ഖാരോ ഹിൽസ്, പട്കായി ഹിൽസ്, ഇത് അരുണാചൽ പ്രദേശിന്റെയാണ് പട്കായി ഹിൽസ്. അപ്പൊ മീസോ ഹിൽസ്, മിഷിമി ഹിൽസ്, പട്കായി ഹിൽസ്, പിന്നെ ഈ നാഗാലാൻഡിന്റെ തന്നെ നാഗാ ഹിൽസ് അല്ലെ, ഖാസി ഹിൽസ്, ഗാരോ ഹിൽസ്, ഖാസി ഗാരോ ജയന്തിയ ഖാസി ഗാരോ ഹിൽസ് ആണ്, ഗാരോ ഹിൽസ്, ഖാസി ഹിൽസ്, ഗാരോ ഹിൽസ്, നാഗാ ഹിൽസ്, മീസോ ഹിൽസ്, മിഷ്മി ഹിൽസ്, പട്കായി ഹിൽസ്, അതുപോലെ ജയന്തിയ ഹിൽസും ഉണ്ട്. ജയന്തിയ ഹിൽസ്. ഇത്രയാണ് ഇതിൽ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഖാസി ഗാരോ, ജയന്തിയ, നാഗ, മീസോ, മിഷ്മി, പട്കായ്, ഇത്രയാണ് ശരിക്കും പൂർവാഞ്ചൽ ഹിൽസിൽ വരുന്ന ഹിൽസുകൾ. ഓക്കെ, ആ പോയിന്റും കൂടെ അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ചിലപ്പോൾ ഓപ്ഷനിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് ചോദിക്കും, ഇതിൽ ഏതാണ് അല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഖാസി ഗാരോ, ജയന്തിയ ഹിൽസ്, നാഗ, മീസോ, മിഷ്മി, പട്കായ് ഹിൽസ്. ഓക്കെ, ഇൻ ദ കോണ്ടസ്റ്റ് ഓഫ് വാട്ടർ ബോഡീസ് നീപ് ടൈഡ്സ് ഒക്വർ. എപ്പോഴാണ് നീപ് ടൈഡ്സ് ഒക്കെയർ ചെയ്യുന്നത്? വാട്ടർ ബോഡീസിന്റെ കണ്ടീഷൻ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ടൈഡ്സ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ പോലത്തെ വേലിക്കയറ്റം, കയറ്റം, ഇറക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നീപ് ടൈഡ്സും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് സ്പ്രിംഗ് ടൈഡ്സും ഉണ്ട്. പക്ഷെ ഇത് ഫോം ചെയ്യുന്ന എന്തിൻ്റെ ഫലം കൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ ഭാഗമായിട്ടാണ്. ഗ്രാവിറ്റേഷണൽ പുള്ള് ആരുടെ ഭാഗമായിട്ട്? മൂണിൻ്റെയും ലൂണാർ സൈക്കിളിൻ്റെയും സോളാർ സൈക്കിളിൻ്റെയും ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളും അതുപോലെ എർത്തിൻ്റെ റൊട്ടേഷനും എല്ലാം വെച്ചിട്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന ടൈഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ മനസ്സിലാക്കണം. ടൈഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉണ്ടാവുന്നത്? പ്രൈമറിലി എവിടെ ഉണ്ടാവുള്ളൂ ടൈഡ്സ്? പ്രൈമറിലി എവിടെ ഉണ്ടാവും ടൈഡ്സുകൾ? ഹെവി വാട്ടർഫോൾ എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സിലേ ഉണ്ടാകത്തുള്ളൂ. ലാർജസ്റ്റ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സീ അല്ലെങ്കിൽ ഓഷ്യൻ. ചെറിയ റിവറിലും ലേക്കിലും ഒക്കെ ഉണ്ടാവും, എങ്കിലും അതൊന്നും വലിയ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് ടൈഡ്സ് എവിടെ മാത്രമേ കാണുമെന്ന് നമുക്ക് എടുത്ത് പറയാം? ലാർജർ ബോഡീസ് ഓഫ് വാട്ടറിലേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഓഷ്യൻസ് അല്ലെങ്കിൽ സീസിലാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലം, ആ ഒരു പുള്ള് കൊണ്ടാണ് വരുന്നത്. ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സണ്ണ്, എർത്ത്, അതുപോലെ സണ്ണ്, മൂണ്, എർത്ത്. മെജോറിറ്റി ആരുടെ പാർട്ട് കൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ മൂണിൻ്റെ പാർട്ടാണ്. മൂൺ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടിട്ടുള്ള പാർട്ട് എന്ന് നമുക്ക് എടുത്തു പറയാം. ലൂണാർ സൈക്കിളിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് വരുന്നത്. ലൂണാർ സൈക്കിൾ എന്ന് എടുത്തു പറയാൻ കാരണം ന്യൂ മൂണ്, ഫുൾ മൂണ് അങ്ങനെ പറയുന്ന സംഭവങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം. അത് കഴിഞ്ഞ് ക്വാർട്ടർ മൂണ്, ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്ന ക്വാർട്ടർ മൂൺ അനുസരിച്ചും എന്ത് ചെയ്യാറുണ്ട്? ഈ ഗ്രാവിറ്റേഷനിലുള്ള മാറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പം നമുക്കുള്ളത് നീപ് ടൈഡ്സും ഉണ്ട്, അതുപോലെ സ്പ്രിംഗ് ടൈഡ്സും ഉണ്ട്. വേലിക്കയറ്റവും ഉണ്ട്, വേലി ഇറക്കവും ഉണ്ട് കേട്ടോ. വേലിക്കയറ്റമാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. വലിയ വലിയ തിരകളായിരിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ശംഖുമുഖം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും വേലി കയറി കിടക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് ഇങ്ങനെ ലാൻഡിനോട് ചേർന്ന് എന്ത് ചെയ്യും, വെള്ളം കയറി വരുന്ന ഒരു സമയമാണ് വേലിക്കയറ്റം എന്ന് പറയുന്നത്. വേലി ഇറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനും അങ്ങറ്റമായിരിക്കും എന്ത് പറയുന്നത്, കടൽ വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം അതെങ്ങനെ, എന്ത് ഫിനോമിനൻ കൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് ടൈഡ്സ് നമുക്ക് പഠിക്കാനുള്ളത് സ്പ്രിംഗ് ടൈഡ്സും അതുപോലെ തന്നെ നീപ് ടൈഡ്സും ആണ്.
വേലിക്കയറ്റവും വേലിയിറക്കവും. അപ്പൊ ഇതിനൊരു ഒരു പൊസിഷനിങ് ഉണ്ട്. പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ നിൽക്കുകയാണ് അല്ലെ, ഇവിടെ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്, ഇവിടെ എന്ത് ചെയ്യാണ്, എർത്ത്, സൂര്യന് ചുറ്റും എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എർത്ത് കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, നമ്മുടെ ചന്ദ്രൻ, മൂണെന്ന് പറയുന്നത്, മൂൺ ആരെ കറങ്ങുകയാണ്, നമ്മുടെ എർത്തിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, എർത്തിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആര്, മൂണെന്ന് പറയുന്ന ആളല്ലേ, മൂണ്. അപ്പൊ മൂൺ ഒന്നി ഇവിടെ വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വരാം. അപ്പം കറങ്ങി എവിടെ എത്താം, ഇവിടെയും എത്താം, ഇവിടെ എത്താം. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിലെത്താം. എന്തിലെത്താം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫിഗറിൽ എന്ത് ചെയ്യും, ഇവരെത്താറുണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. അതായത് സണ്ണ്, മൂണ്, എർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എത്തുമ്പോൾ, സ്ട്രെയിറ്റ് ലൈനിൽ എത്തുമ്പോൾ, ഇപ്പുറത്ത് വരുമ്പോൾ മൂൺ, ഇപ്പുറത്ത് വരുമ്പോൾ ഫുൾ മൂണും, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ന്യൂ മൂണും ആവും. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഒന്നി ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത സമയത്ത് ഒന്നി ഇങ്ങനെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. എന്തായാലും ഇവരെല്ലാവരും എന്ത് ചെയ്യും, ഒരേ ഡയറക്ഷനിൽ ഒരൊറ്റ സിംഗിൾ ലൈനിൽ വന്ന് നിന്ന്, പാരലലി വന്ന് നിൽക്കുന്ന സമയം, ആ ഒരു സമയത്ത് എന്തുണ്ടാവും, വേലിക്കയറ്റമാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഹൈ ടൈഡുകളായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് സ്പ്രിംഗ് ടൈഡിന്റെ പ്രത്യേകത. അപ്പോൾ സ്പ്രിംഗ് ടൈഡിൽ എന്തായിരിക്കും, സണ്ണ്, മൂണ്, എർത്ത് എന്തായിരിക്കും, ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അതേസമയം നീറ്റ് ടൈഡിലാണെങ്കിൽ എങ്ങനെയാണ്, ഇവിടെ സൂര്യൻ നിൽക്കുകയാണ്, ഇവിടെ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്, സണ്ണ് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ എർത്ത് ഇവിടെ നിൽക്കും, എർത്ത് ഇവിടെ നിൽക്കുകയാണ്. എർത്ത് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എർത്തിൻ്റെ ഏറ്റവും ഇവിടെ ആര് വരും, ചന്ദ്രൻ വരും. ഇവിടെ വരും, അല്ലെങ്കിൽ എവിടെ വരും, ഇവിടെ വരും. അപ്പോൾ രണ്ട് പൊസിഷനിലാണ്. ഒന്ന് നേരത്തെ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ക്വാർട്ടർ ആയിരുന്ന സമയത്ത് ഇവിടെയായിരുന്നു ചന്ദ്രൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഈ ഒരു ഫിഗർ അല്ലേ, ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയാണ്, 90 ഡിഗ്രി അല്ലേ, ഇത് റൈറ്റ് ആംഗിൾഡ് അല്ലേ. ഈ റൈറ്റ് ആംഗിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നീറ്റ് ടൈഡ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതിന് വലിയൊരു ഫിനോമിനൽ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അത്രയും ഡീപ്പായിട്ട് കിടക്കാതെ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കുക. നീറ്റ് ടൈഡ് വരുന്ന സമയത്ത് എന്തായിരിക്കും, വേലി ഇറക്കമായിരിക്കും. അപ്പോൾ എന്താണ്, മൂണിൻ്റെ പൊസിഷനിങ് തെറ്റാണ്, അവർ ഗ്രാവിറ്റേഷൻ പുള്ള് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, സണ്ണ്, മൂണ്, അതുപോലെ എർത്ത് ഒരു റൈറ്റ് ആംഗിളിലായിരിക്കുമ്പം നീറ്റ് ടൈഡ് ആയിരിക്കും, വേലി ഇറക്കമായിരിക്കും. അതിപ്പോൾ ഇവിടെ ചന്ദ്രൻ ഇവിടെ നിന്നാലും ശരി തന്നെ, ചന്ദ്രൻ ഈ താഴെ ഭാഗം വന്ന് നിന്നാലും ശരി തന്നെ, അത് ഇങ്ങനെ നിന്നാലും ശരി തന്നെ. ഇത് ഫസ്റ്റ് ക്വാർട്ടറും ഇത് സെക്കൻഡ് ക്വാർട്ടറും ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ മൂൺ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. മൂൺ സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്, 7 ഡേ ഇൻ്റർവെല്ലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. 7 ഡേ ഇൻ്റർവെല്ലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ലോ ടൈഡ് ആയിരിക്കും. ഹയർ ടൈഡ്സ് ആയാലും ലാൻഡിലോട്ട് വരുന്നതാണ് ഹയർ ടൈഡുകൾ, അതെന്തായിരിക്കും, ലോവർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതാണ് നീറ്റ് ടൈഡുകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചത് എന്താണ്, നീറ്റ് ടൈഡാണ്. നീറ്റ് ടൈഡ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്, വെൻ sun and moon are at right angles to each other. Sun മൂണും മാത്രം മതിയോ, അല്ല. when the earth, moon and sun line up in a straight line, അതാണ് നമ്മുടെ സ്പ്രിംഗ് ടൈഡ് അല്ലേ. സ്പ്രിംഗ് ടൈഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെന്താണ്, സ്പ്രിംഗ് ടൈഡ് ആണ്. when there is so much interference by continents. നീറ്റ് ടൈഡ്സ് അല്ലേ ചോദിച്ചത്, when the earth, moon and sun line up in a side, when there is so much interference by continents, when sun and moon are on the opposite sides. സണ്ണും മൂണും ഓപ്പോസിറ്റ് സൈഡ്സ് ആകുമ്പോൾ ആണോ നീറ്റ് ടൈഡ് ഉണ്ടാവുന്നത്, സണ്ണും മൂണും ഓപ്പോസിറ്റ് സൈഡ് ആണോ, അല്ലല്ലോ, സണ്ണും മൂണും ഓപ്പോസിറ്റ് സൈഡ് അല്ല. അപ്പോൾ ഇതും അല്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഓപ്ഷൻ എടുക്കാന്നുള്ളത് എന്താണ്, ഈ ഒരു രണ്ട് കാര്യമേ ഉള്ളൂ അല്ലേ, സണ്ണിൻ്റെയും മൂണിൻ്റെയും കാര്യം മാത്രം. ഇപ്പോൾ എർത്തിൻ്റെ കാര്യം പറയാതെ മൂണിൻ്റെ കാര്യം വെച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കാം അല്ലേ, സൺ ആൻഡ് മൂൺ. കാരണം വേറെ ഓപ്ഷൻ ഒന്നും ക്ലിയർ ആയിട്ട് വരാത്തതുകൊണ്ട് നമുക്ക് റൈറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ തന്നെ എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു ഓപ്ഷനും എന്ത് ചെയ്യത്തില്ല, കറക്റ്റ് ആവാത്തോണ്ട്, മാച്ച് ആവാത്തോണ്ട് നമുക്ക് ഏത് തന്നെ എടുക്കാം, സൺ ആൻഡ് മൂൺ ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. കാരണം സണ്ണും മൂണും എന്താണ്, റൈറ്റ് ആംഗിളിലല്ലേ, അവർ റൈറ്റ് ആംഗിൾ ഫിഗറിലാണല്ലോ നിൽക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ അത്ര പോയിന്റ്സ് അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എബണി ആൻഡ് മഹാഗണി ട്രീസ് ആർ ഫൗണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലാണ് ഇബണി അല്ലെങ്കിൽ മഹാഗണി എന്ന് പറയുന്ന ട്രീസ് ഉണ്ടാകുന്നത്? ഇബണി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കരിമ്പാല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കരിമരം എന്ന് പറയുന്ന മരമാണ് ഇബണി എന്ന് പറയുന്നത്. മഹാഗണി നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലാണ് വരുന്നത്? നമുക്കറിയാം, നമുക്ക് ആകെ 5 ഫോറസ്റ്റ് ഗ്രൂപ്പുകളാണുള്ളത് അല്ലേ, 5 ഫോറസ്റ്റ് ഗ്രൂപ്പാണ് ഉള്ളത്. 5 ഫോറസ്റ്റ് ഗ്രൂപ്പ്സുകളാണ് ഇന്ത്യൻ കോണ്ടിനെന്റിൽ, സബ് കോണ്ടിനെന്റിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അതായത് ഹെവി റെയിൻഫാൾ കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളതാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ
ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. ഇതെന്താണ്? മൺസൂൺ ഫോറസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് മഴ, ആവശ്യത്തിന് വെയിൽ, ആ ഒരു രീതിയിലുള്ള ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് എന്ത് പറയും നമ്മൾ? മൺസൂൺ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെയാണ്. ശരിക്കും ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മഴയാണ്, ഹെവി റെയിൻഫാൾ ആണ് വരുന്നത് കേട്ടോ. 200 മീറ്ററിനെക്കാളും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, 200 മീറ്ററിനെക്കാളും കൂടുതൽ 200 സെന്റിമീറ്റർ കേട്ടോ, 200 സെന്റിമീറ്ററിനെക്കാളും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ. ട്രോപ്പിക്കൽ ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ 70 to 200 ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഇതെന്താണ്? ശരിക്കും ഇലപൊഴിക്കും ഫോറസ്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്, ഇലപൊഴിക്കും കാടുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? ഇവർ വെയിലാകുമ്പോഴേക്കും എന്ത് ചെയ്യും? അവരുടെ ഒരുപാട് വെള്ളം യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇല പൊഴിക്കും. എന്നിട്ട് വീണ്ടും മൺസൂൺ സീസൺ ആകുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യും? അത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? തോൺ ഫോറസ്റ്റ് ഉണ്ട്. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകൾ. തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ള് മുൾച്ചെടിയൊക്കെ ഉള്ള തോൺ ഫോറസ്റ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. തോൺ ഫോറസ്റ്റുകൾ എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? മോണ്ടെയിൻ ഫോറസ്റ്റുകൾ. മോണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മൗണ്ടേനിയസ് ഫോറസ്റ്റുകളാണ് മോണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയും നമ്മൾ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് 5 എന്താണ്? ഈ പറയുന്ന പോലെ മാംഗ്രോവ് ഫോറസ്റ്റ്, അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ എന്ത് പറയാം? ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ്. ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാംഗ്രോവ്, കണ്ടൽക്കാട് വനങ്ങൾ എന്ന് പറയുന്നത്, മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ 5 ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളാണ് വരുന്നത്. തോൺ ഫോറസ്റ്റുകൾ എവിടെയാണ് വരുന്നത്? ഏകദേശം രാജസ്ഥാൻ, ഗുജറാത്ത് പോലെയുള്ള ഡിസേർട്ടഡ് റീജിയനിലാണ്, ഡിസേർട്ടുള്ള റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? തോൺ ഫോറസ്റ്റ്, മുള്ളു പോലത്തെ ചെടികൾ കൂടുതൽ ഉണ്ടാകുന്നത്. മൗണ്ടെയിൻ ഫോറസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈൻ, കോണിഫേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മൗണ്ടെയിൻ റേഞ്ചുകളിലൊക്കെ നിൽക്കുന്ന തണുപ്പ് മരങ്ങൾ, തണുപ്പ് കാലങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള മരങ്ങളെയാണ്, ഏറ്റവും പൊങ്ങി ഇങ്ങനെ വളരുന്ന കോണിഫറസ് ആയിട്ടുള്ള മരങ്ങളെയാണ് മൗണ്ടെയിൻ ഫോറസ്റ്റിൽ കാണുന്നത്. ലിറ്റോറൽ അല്ലെങ്കിൽ സ്വാം ഫോറസ്റ്റിൽ മാംഗ്രോവ്, കണ്ടൽക്കാട് വനങ്ങളിലൊക്കെ കാണുന്ന അത്രയും ഉള്ള മരങ്ങളെയാണ് ഇത് പറയുന്നത്, ആ ഒരു രീതിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഡെസിഡിയസ് ഫോറസ്റ്റിൽ ശരിക്കും സീസണൽ റെയിൻഫോൾ ആണ് വരുന്നത്. ലീഫ് ഷെഡിങ് സീസണൽ റെയിൻഫോൾ, അതാണ് അതിൻ്റെ പ്രത്യേകത. സീസണൽ റെയിൻഫോൾ ആണ് അവിടെ വരുന്നത്. കറക്റ്റ് സീസണിലായിരിക്കും റെയിൻഫോൾ വരുന്നത്. ലീഫ് ഷെഡിങ് അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഏതെന്ന് പറയാം? ട്രോപ്പിക്കൽ ഡെസിഡിയസ് ആണ് ഏകദേശം കുറച്ച് മരങ്ങളൊക്കെ വരുന്നത്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് തേക്ക്, സാല്, ബാംബു, ആംല, സാൻഡൽവുഡ് പോലെയുള്ള മരങ്ങൾ. ഇവിടെ എന്താ ചോദിച്ചത്? ഇബണി, മഹാഗണി പോലെയുള്ള വലിയ വലിയ മരങ്ങളാണ്. അതുപോലെ റബ്ബർ പോലെയൊക്കെ ഉള്ള വലിയ വലിയ മരങ്ങളെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്തുണ്ട്? റോസ് വുഡ് എന്നൊക്കെ പറയുന്ന ഈട്ടി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഏതിലാണ് ശരിക്കും വരുന്നത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. കാരണം അത്രയും ബ്രാഞ്ചസും കാര്യങ്ങളും വലുതായിട്ട് വളരുന്ന മരങ്ങളെയാണ് ഇത് പറയുന്നത്. പക്ഷെ തേക്ക് വരുന്നത് ഏതിലാണ്? ഡെസിഡിയസ് ഫോറസ്റ്റിലാണ്. ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? റബ്ബർ, റോസ് വുഡ്, അങ്ങനത്തെയൊക്കെ കുറേ മാംഗോ പോലെയൊക്കെ ട്രീസ് ആണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. മഹാഗണി എന്തായാലും എവർഗ്രീൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക കാണുക കേട്ടോ. ഓക്കെ, ഇവിടെ വരുന്നത് തേക്ക്, സാല്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ആണെങ്കിൽ തേക്ക്, സാല്, സാൻഡൽവുഡ്, ചന്ദനമരം, അങ്ങനത്തെ മരങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളും. തേക്ക്, സാല്, സാൻഡൽവുഡ്, ബാംബു, ആംല, അതൊക്കെ ആലോചിക്കാം. ബാംബു ഒക്കെ ആലോചിക്കാം. ഓക്കെ, അത്ര പോയിന്റ് അവിടെ മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് ലെസ് ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ്? ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് റെയിൽ ട്രാൻസ്പോർട്ട് ഇല്ലാത്ത സ്ഥലം, അതായത് റെയിൽവേ ലൈൻ ഇതുവരെയും കെട്ടാത്ത ഒരേ ഒരു സ്റ്റേറ്റ് ഏത് തന്നെയാണ്? ഏതാണ്? സിക്കിമാണ്. സിക്കിമിലെ പറ്റുമോ? സിക്കിമിൻ്റെ എന്താണ്? അവിടുത്തെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ പറ്റില്ല, ഹില്ലി ഏരിയാസ് ആണ്. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഈസി അല്ല. കാരണം റെയിൽവേ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല അവിടെ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം മൗണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലേ? ചാലഞ്ചിങ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ കണ്ടീഷനാണ് വരുന്നത്. മൗണ്ടേനിയസ് ഏരിയ ആണ് ശരിക്കും, ഒരു മുകൾ മൗണ്ടേനിയസ് ആയിട്ടുള്ള ഏരിയ ആണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ആണ്. അവിടെ എന്തുണ്ട്? ലാൻഡ് സ്ലൈഡുകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. അതുപോലെ ഡിഫിക്കൽട്ടിയുമാണ്, അതുപോലെ എക്സ്പെൻസീവ് ആണ് അല്ലേ? ഒരു മൗണ്ടേനിയസ് റേഞ്ചിലൊക്കെ റെയിൽ പാളം ഇനി കെട്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. അതുകൊണ്ടാണ് സിക്കിം അവർ പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രോജക്റ്റുകൾ സ്റ്റിൽ റൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെന്ത് ചെയ്തില്ല, കംപ്ലീറ്റ്ലി നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഓൺ വേ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം. ഒരു റെയിൽവേ സ്റ്റേഷനോ റെയിൽവേ സിസ്റ്റമോ എന്ത് ചെയ്തില്ല, ഇപ്പോഴും അവർക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ മൗണ്ടേനിയസ് സ്റ്റേറ്റ് ആണ്, ഡിഫിക്കൽട്ട് ആണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്, ഡെൻസ് ഫോറസ്റ്റ് ആണ്, അതുപോലെ ലാൻഡ് സ്ലൈഡുകളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്.
നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റത്തില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അവിടെ ഉള്ളതാകെ NH10 എന്ന് പറയുന്ന നാഷണൽ ഹൈവേ ആണ്. NH10 വഴിയാണ് മറ്റെല്ലാ സ്റ്റേറ്റുകളിലേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് NH10 എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ വഴിയാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ആലോചിക്കുക. ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണ്? അശ്വിനി വൈഷ്ണവ് അല്ലേ? അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ആരാണ് CEO ഓഫ് റെയിൽവേ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ? CEO ഓഫ് റെയിൽവേ എന്ന് പറഞ്ഞാൽ ആരാണ്? CEO ആരാണ്? സതീഷ് കുമാർ ആണ് അല്ലേ? സതീഷ് കുമാറാണ് CEO ഓഫ് റെയിൽവേ എന്ന് പറയുന്നത്. സതീഷ് കുമാറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഉള്ള സ്ഥലം ഏതാണ്? ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് റെയിൽവേ വ്യാപിച്ചു കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത്. ഏകദേശം 9000 കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്, UP-യിലുള്ള അവർ റെയിൽവേ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. വാരണാസി അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കൂടെ കണക്ട് ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ, അവിടെയാണ് വരുന്നത്. അത്രയും കാര്യം ആലോചിക്കാം. പിന്നെ ഏറ്റവും ക്ലീനസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് എടുക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ്. അപ്പോൾ അത് വന്നിട്ടുള്ളത് രാജസ്ഥാനിലെ തന്നെ കുറച്ച് റെയിൽവേ സ്റ്റേഷൻസ് ആണ്. ഫസ്റ്റ് നിൽക്കുന്നത് ജയ്പൂർ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ രാജസ്ഥാൻ്റെ ജയ്പൂർ ആണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. Which of the following is an example of a non-tax revenue source for the government? Which of the following is an example of a non-tax revenue source for government? ഗവൺമെന്റിന്റെ non-tax revenue ഏതെന്നാണ് ചോദിക്കുന്നത്. എക്സാമ്പിൾ ഫോർ non-tax revenue. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനൊക്കെ ടാക്സ് കൊടുക്കുന്നോ അതിൽ നിന്ന് കിട്ടുന്ന ഗവൺമെന്റിന്റെ വരുമാനത്തെയാണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ സോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതേസമയം നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ജനറേറ്റഡ് ബൈ ഗവൺമെന്റ് ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ് അല്ലെ? ടാക്സസിൽ നിന്ന് അല്ലാത്ത ഏതൊക്കെ വരുമാനമാണോ അതെല്ലാം, ടാക്സിൽ നിന്ന് അല്ലാത്ത മറ്റെന്ത് വരുമാനമാണോ ഗവൺമെന്റിന് കിട്ടുന്ന മറ്റെന്ത് വരുമാനത്തിനെയും നോൺ ടാക്സ് റവന്യൂ എന്ന് പറയാം. അതായത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്താണ്? ടാക്സ് ആണ് അല്ലേ? പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇപ്പോൾ ബിസിനസ് ലെവലിൽ നിന്ന് ഒരാൾ നടത്തുന്ന ടാക്സ് ആയാലും അതെന്താണ്? കോർപ്പറേറ്റ് ടാക്സ് ഒരു എന്തെന്ന് പറയാം, നമുക്ക് ടാക്സ് റവന്യൂ ആണെന്ന് പറയാം. പേഴ്സണൽ ഇൻകം ടാക്സ് നമ്മുടെ കയ്യിൽ സാലറിയിൽ നിന്ന് പിടിക്കുന്ന ടാക്സ് എന്താണ്? ടാക്സ് തന്നെയാണ്. ഈ പ്രോഡക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള വാറ്റ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ GST പോലെയുള്ള ടാക്സുകളും എന്ത് തന്നെയാണ്? ടാക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ അല്ലാത്തത് ഏതേ ഉള്ളൂ? ഫീസ് ആൻഡ് ഫൈൻസ് അല്ലേ? ഫീ അല്ലെങ്കിൽ ഫൈനുകൾ എന്ന് വെച്ചാൽ ഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിളിൻ്റെ തന്നെ എന്തെങ്കിലും ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഫൈൻസ് ഉണ്ടല്ലോ, പണിഷ്മെൻറ്റ് ഫൈൻസുകളുണ്ടല്ലോ, അതായത് ഫീ ആൻഡ് ചാർജസ്. ഇപ്പോൾ ഫൈൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ലോസ് വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ നമ്മളിപ്പോൾ മോട്ടോർ വെഹിക്കിളിൽ തന്നെ പല കാര്യങ്ങൾ, ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോവുക, സീറ്റ് ബെൽറ്റില്ല, അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫൈനൊക്കെ എന്താണ്? ടാക്സ് ഇല്ലാത്ത സാധനങ്ങളാണ്. പക്ഷെ അതൊക്കെ എന്താണ്? എവിടെയാണ് പോകുന്നത്? ഗവൺമെന്റിനാണ് പോകുന്നത് അല്ലേ? നോൺ ടാക്സ് റവന്യൂവിലാണ് അതിനെയൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഫീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് പോയിന്റ് ഫീസ് തന്നെയാണ്. അവരുടെ നോൺ ടാക്സ് റവന്യൂവിൽ ഫസ്റ്റ് വരുന്നത് ഫീസാണ്. അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫീസ് ഇല്ലേ? പ്രോപ്പർട്ടി വാങ്ങാൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫീസ്. ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫീസ് ഉണ്ട് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ട ഇവർക്ക് കൊടുക്കേണ്ട ഫീസ് ഉണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റിന് കൊടുക്കേണ്ട ഫീസ് ഉണ്ട്. പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫീസ് അവർക്ക് കൊടുക്കാറുണ്ട്. പുതിയ പ്രോപ്പർട്ടി വേണമെങ്കിൽ ഫീസ് കൊടുക്കാറുണ്ട്. ലൈസൻസ് എടുക്കണമെങ്കിൽ ഫീസ് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പറയുന്ന പാസ്പോർട്ട് എടുക്കണമെങ്കിൽ കൊടുക്കാറുണ്ട്. ഈ പറയുന്ന പ്രോപ്പർട്ടി മാത്രമല്ല, എന്തെങ്കിലും പുതിയ വെഹിക്കിൾ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഫീസ് കൊടുക്കാറുണ്ട് അല്ലേ? ഗവൺമെന്റിന്റെ പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് യൂട്ടിലിറ്റീസ്, ഗവൺമെന്റിന്റെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ഇതൊക്കെ ടാക്സ് ഇല്ലാതെ നമ്മൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന സാധനമാണ്. വാട്ടറിൻ്റെ ഇതൊക്കെ നോൺ ടാക്സ് റവന്യൂസ് ആണ്, ഫീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫൈൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് എന്തൊക്കെയാണ്? പണിഷ്മെന്റ് ഫൈൻസുകളാണ്. ഫൈനുകൾ വരുന്നുണ്ടല്ലോ, ലോ ഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാഫിക് ഫൈൻസ്, അതുപോലെ എൻവയോൺമെന്റ് വയലേഷൻ, എൻവയോൺമെന്റ് കാര്യത്തിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, മൃഗങ്ങളുടെ അനിമലിന്റെ വെൽഫെയറിന് അങ്ങനെ എന്തെങ്കിലും, ഇത് കോർട്ടിലുണ്ടാവുന്ന കേസുകൾ, ഇതൊക്കെ ഫൈൻ അടയ്ക്കുന്ന സാധനമല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, കോർട്ടിൽ എന്ത് കേസ് വന്നാലും ഇത്ര രൂപ പിഴ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലതൊക്കെ എന്താണ് പോകുന്നത്? പബ്ലിക് യൂട്ടിലിറ്റീസിൻ്റെ എന്തെങ്കിലും വയലേഷനാണ് കാണിക്കുന്നതെങ്കിൽ അതെല്ലാം പോകുന്നത് ഗവൺമെന്റിനാണ് പോകുന്നത്. അതൊക്കെ നോൺ ടാക്സ് റവന്യൂസിലാണ് വരുന്നത്. ഇത് മാത്രമല്ല, പല രീതിക്കുള്ള നോൺ ടാക്സ് റവന്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പറയുന്ന പോലെ റോയൽറ്റീസ് ഉണ്ട്. റോയൽറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നോൺ ടാക്സ് റവന്യൂ ആണ്. റോയൽറ്റീസ് അതായത് നമ്മുടെ
ഗവൺമെന്റിന് സ്വന്തമായിട്ട് മൈനിങ് പ്രോപ്പർട്ടി ഉണ്ട്. മൈനിങ് പ്രോപ്പർട്ടി അവിടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കില്ലേ? ലീസിനോ എന്തെങ്കിലും എടുത്ത് നടത്തണമെങ്കിൽ അതിന് നമ്മൾ ഗവൺമെന്റിന് ഒരു ഫീസ് കൊടുക്കില്ലേ? അതാണ് ആ ഒരു കാര്യമാണ് പറയുന്നത്. ഗവൺമെന്റ് ഓൺഡ് പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്നെങ്കിൽ അത് വരും. പിന്നെ ഫോറിൻ എയ്ഡുകൾ നോൺ ടാക്സ് റവന്യൂവിലാണ് വരുന്നത്. ഫോറിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഫോറിൻ എയ്ഡുകൾ, അതായത് അവർ തന്നെ ഫോറിൻ എയ്ഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഗവൺമെൻറ് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ലോട്ടറി പോലെയുള്ള ഗെയിമിംഗ് ഇതിൽ നിന്നൊക്കെ വരുന്ന ലോട്ടറി അടിച്ചിട്ട് കുറച്ച് പൈസ ആർക്ക് പോകും? ഗവൺമെൻറ്റിന് പോകും. ഗെയിമിങ് എന്തെങ്കിലും ഗെയിമിംഗ് ആപ്പ് വഴിയൊക്കെ എന്തെങ്കിലും ഗെയിമൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന, അതായത് ഈ പറയുന്ന പോലെ ഗാംബ്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഗാംബ്ലിംഗ് വഴിയൊക്കെ എന്തെങ്കിലും പൈസ കിട്ടണമെങ്കിൽ അതും ആർക്ക് പോകും? ഈ പറയുന്ന ഗവൺമെൻറ്റിന് തന്നെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ ടാക്സ് റവന്യൂസ് ആണ് ഇതിൽ വരുന്നത്. നോൺ ടാക്സ് റവന്യൂസിൽ വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ഇൻകം വഴി കൊടുക്കുന്നേക്കാൾ, ടാക്സ് അടയ്ക്കുന്നേക്കാൾ ടാക്സ് റവന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. Dash is the provision of small credit to those who would have no other access to financial services. അപ്പോൾ ഏതാണ് സ്മോൾ ക്രെഡിറ്റ്? എന്താണ് ഇതിൽ സ്മോൾ ക്രെഡിറ്റ്? ടു ദോസ് ഹു വുഡ് ഹാവ് നോ അതർ ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസ്. വേറെ ഒരു വഴിയില്ല, ഫിനാൻഷ്യൽ സർവീസിന് ഒരു വഴിയില്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്ന സ്മോൾ ക്രെഡിറ്റിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹോം ലോൺ ആണോ? ഇത് എന്താ ചോദിക്കുന്നത്? സ്മോൾ ക്രെഡിറ്റ് എന്ത് കാര്യത്തിനും ഹെൽപ്പ് എന്ന് പറയുന്ന രീതിയാണ് സ്മോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഹോം ലോൺ ആണോ? അല്ല, ഹോമിന് വേണ്ടി അല്ല ചോദിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന അതാണോ? ആവാസ് യോജന എന്ന് പറഞ്ഞാലും എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഹൗസ്, അർബൻ അഫയേഴ്സ്, ഹൗസിംഗ് അഫയേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി തുടങ്ങിയ ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വീടിനെ കുറിച്ചേ അല്ല ചോദിക്കുന്നത്. അപ്പോൾ അത് രണ്ടും അല്ല. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന രണ്ടെണ്ണം ഏതാണ്? മൈക്രോ ലോണും മൈക്രോ ഫിനാൻസും. മൈക്രോ ഫിനാൻസും മൈക്രോ ലോണും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൈക്രോ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനേ കൊടുക്കാൻ പറ്റുള്ളൂ? മൈക്രോ ലോൺ എന്ന് പറഞ്ഞാൽ എന്തിനേ കൊടുക്കാൻ പറ്റുള്ളൂ? മൈക്രോ ലോൺ എന്ന് പറഞ്ഞാൽ എന്തിനേ കൊടുക്കാൻ പറ്റുള്ളൂ? ശരിക്കും പറഞ്ഞാൽ ലോൺ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? ലോൺ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും അത്യാവശ്യം വന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യത്തിന് ഒരു ലോൺ എടുക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം ലോൺ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇവിടെ എന്താ ചോദിക്കുന്നത്? വേറൊരു വഴിയുമില്ല. ഫിനാൻഷ്യൽ സർവീസസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് എന്താണ്? മൈക്രോ ഫിനാൻസ് ആണ്. എന്താണ് വേണ്ടത്? മൈക്രോ ഫിനാൻസ് ആണ് വേണ്ടത്. മൈക്രോ ഫിനാൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഫിനാൻഷ്യൽ ടൂൾ പോലെയുള്ള കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഫിനാൻഷ്യൽ ടൂൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കാൻ അവർക്ക് പറ്റും. ഓക്കെ, സേവിങ്സ് അക്കൗണ്ട്, അതാണ് ആ ഒരു പ്രൊവിഷന് പറയുന്ന പേര് മൈക്രോ ഫിനാൻസ് എന്നാണ്. ലോൺ എടുക്കുക, ലോൺ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതേസമയം മൈക്രോ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻഷ്യൽ ടൂൾ സൈഡുകൾ കൊടുക്കാറുണ്ട്, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനുള്ള വഴി ഒരുക്കാറുണ്ട്, അതുപോലെ ഇവരെന്ത് കൊടുക്കാറുണ്ട്? ലോണും കൊടുക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്മോൾ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അവസരം എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസുകളാണ് കേട്ടോ. മൈക്രോ ഫിനാൻസുകളാണ്. ഇനി അടുത്ത, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മൈക്രോ ഫിനാൻസ്? അപ്പോൾ ആരാണ് ആ മൈക്രോ ഫിനാൻസിന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായത്? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മൈക്രോ ഫിനാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആരാണ്? ഇതിന് ആ പുള്ളിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. മൈക്രോ ക്രെഡിറ്റ് ടു ക്രിയേറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫ്രം ബിലോ. ആ ഒരു താഴേക്കടയിൽ നിന്ന് ഒരു മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ മൈക്രോ ക്രെഡിറ്റിംഗ് ഐഡിയ കൊണ്ടുവന്നു. എക്കണോമിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടി ആര് കൊണ്ടുവന്നു? ഈ ആൾ കൊണ്ടുവന്നത് കൊണ്ട് 2006 നോബൽ പീസ് പ്രൈസ് ആർക്ക് കിട്ടിയാണ്? മുഹമ്മദ് യൂനസിന് കിട്ടിയാണ്. ആർക്ക് കിട്ടിയാണ്? മുഹമ്മദ് യൂനസ് ആണ്. ബംഗ്ലാദേശി സ്വദേശിയാണ്. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മുഹമ്മദ് യൂനസ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോണം കേട്ടോ, മനസ്സിലാക്കിക്കോണം. മുഹമ്മദ് യൂനസ് ആണ് മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ മൈക്രോ ക്രെഡിറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഈ രംഗരാജൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പോവർട്ടി എസ്റ്റിമേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തിനാണ്? പോവർട്ടി എസ്റ്റിമേഷൻ. ആരൊക്കെ എന്താണ് ഈ മുന്നോക്കം നിൽക്കുന്നു, ഏതൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്, മൈനോറിറ്റീസ് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ടൂള് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കീം ഇത് കൊണ്ടുവരുന്നത് ആരാണ്? രംഗരാജൻ കമ്മിറ്റി വഴിയാണ്. അപ്പോൾ പോവർട്ടി എസ്റ്റിമേഷൻ ടൂളാണ് രംഗരാജൻ കമ്മിറ്റി വഴി കൊണ്ടുവരുന്നത്. അതുപോലെ VKV റാവു, അതായത് ഈ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ആളുടെ റാവു റിപ്പോർട്ടാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് വേണ്ടിയായിട്ട്. എന്തിനാണ്? നാഷണൽ ഇൻകത്തിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്.
എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഏതെന്ന് പറയുന്നത് VKV റാവു എന്ന് പറയുന്ന ഈ സംഭവം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കാം. മുഹമ്മദ് യൂനസ് എന്തിനാണ് കൊണ്ടുവരുന്നത്? മോഡേൺ മൈക്രോ ഫിനാൻസ് ആണ്, മൈക്രോ ക്രെഡിറ്റ് ആണ്. രംഗരാജൻ പോവർട്ടി എസ്റ്റിമേഷൻ ആണ്. VKV റാവു നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് കണ്ടുപിടിച്ചത്. എക്കണോമിക് പ്രോഗ്രസ് ചെക്ക് ചെയ്യാനുള്ള നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ആണ് കൊണ്ടുവന്നത്. YV റെഡ്ഡി എന്താണ് കൊണ്ടുവന്നത്? YV റെഡ്ഡി പുള്ളി കൊണ്ടുവന്ന വളരെ വലിയൊരു സംഭവമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയും തന്നെ മനസ്സിലാക്കിയ മെഷർ ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈ എങ്ങനെ കൺട്രോൾ ചെയ്യാം, മണി സപ്ലൈ എങ്ങനെ തരംതിരിക്കാം. മണി സപ്ലൈ ഇത് ശരിക്കും പറഞ്ഞാൽ RBI ഉപയോഗിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ്. RBIയുടെ ഒരു മോണിറ്ററി ഗൈഡ് ലൈൻ ആണ് ശരിക്കും പറഞ്ഞ ഏതെന്ന് പറഞ്ഞാൽ മോണിറ്ററി ഗൈഡ് ലൈൻ ആണ് ഈ പറയുന്ന YV റെഡ്ഡിയുടെ മെഷർ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. മണി സപ്ലൈ അതായത് M0 മണിയുണ്ട്, M1, M2, M3 കാറ്റഗറി എന്ന് പറഞ്ഞ് മണിയെ തിരിച്ചിട്ടുണ്ട്, മണി സപ്ലൈനെ തിരിച്ചിട്ടുണ്ട്. ഇത് RBI ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, ടൂളാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി ബേസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാർമോണിക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള മണി സ്ട്രക്ചറിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് കൊണ്ടുവന്നത് YV റെഡ്ഡിയാണ്. മെഷർ ഓഫ് മണി സപ്ലൈ ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ കാര്യം മാത്രം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, YV റെഡ്ഡിയുടെയാണ് മണി സപ്ലൈ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. വിച്ച് സെറ്റ് ഓഫ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ബാക്ടീരിയ? ഏത് സെറ്റ് ഓഫ് ഡിസീസസ് ആണ് ബാക്ടീരിയ കോസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ വരുന്നത് ഏതാണ് ആൻസർ? ഏത് ആൻസറാണ് വരുന്നത്? ഓക്കെ, അതിൽ വരുന്നത് നമുക്ക് ഓപ്ഷൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്ടീരിയയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ബാക്ടീരിയയുടെ ഈ പറയുന്ന ടൈഫോയിഡ്, കോളറ, ട്യൂബർകുലോസിസ് ഇതൊക്കെ ഏതിൻ്റെയാണ്? ടൈഫോയിഡ് എന്താണ്? നമ്മുടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൽമോണല്ല ടൈഫി ഉണ്ടാക്കുന്നതാണ്. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ ആണ് അല്ലേ? എന്താണ്? ബാക്ടീരിയ ആണ്. സാൽമോണല്ല ടൈഫി ഒരു ബാക്ടീരിയ ആണ്. കോളറ ഉണ്ടാക്കുന്ന ആരാണ്? വിബ്രിയോ കോളറെ അതാരാണ് ഉണ്ടാക്കുന്നത്? അതും ഒരു ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. ട്യൂബർകുലോസിസ് ആരാണ് ഉണ്ടാക്കുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലെ, മൈക്കോബാക്ടീരിയ ആണ്. അതും എന്താണ്? ഒരു ബാക്ടീരിയ ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലെ എന്ന് പറയുന്ന ആളാണ് ഏതുണ്ടാക്കുന്നത്? ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തിൻ്റെ ആൻസർ ആണ്? ഡിസീസസ് കോസ്ഡ് ബൈ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഏതാണ്? ആ മൂന്നും എന്താണ്? ബാക്ടീരിയ മാത്രം ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് കംപ്ലീറ്റ്ലി ഏതെന്ന് തന്നെ പറയാം? ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമായിട്ട് പറയാം. ഈ ഇൻഫ്ലുവൻസ, ഡെങ്കു, കോളറ ഒക്കെ ഇതിൻ്റെയാണ്. ഇൻഫ്ലുവൻസ ഡെങ്കി ആരുടെയാണ്? ഇൻഫ്ലുവൻസ ഡെങ്കി വൈറസിൻ്റെ രോഗങ്ങളാണ്, വൈറസ് രോഗമാണ് അല്ലേ? വൈറസിൻ്റെയാണ് ഇൻഫ്ലുവൻസ ഡെങ്കി, മലേറിയ, കോളറ. ഡെങ്കി വൈറസ് ആണ്. മലേറിയ എന്തിൻ്റെയാണ്? പാരസൈറ്റ് ആണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വഴി ഉണ്ടാവുന്നതാണ്. പാരസൈറ്റ് വഴിയാണ് മലേറിയ ഉണ്ടാവുന്നത്. അപ്പം മലേറിയയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. മലേറിയ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? മലേറിയ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? മലേറിയ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 25 ഏപ്രിലാണ്. 25 ഏപ്രിലാണ് മലേറിയ ഡേ. ഇപ്പോഴും മലേറിയയെ എന്ത് ചെയ്യുകയാണ്? ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലേറിയ ഫ്രീ കൺട്രി ഏതാണെന്ന് അറിയാമോ? മലേറിയ ഫ്രീ കൺട്രി 2025 ഫെബ്രുവരി 2025 മലേറിയ ഫ്രീ ആയ കൺട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജിയയാണ് കേട്ടോ. ജോർജിയ. 2024 ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റ് ആണ്. ഓക്കെ, അപ്പം മലേറിയ ഫ്രീ ആണ്. ഇവർക്കൊന്നും എന്തില്ല? മലേറിയ ഇനി വരില്ല എന്നുള്ള രീതിയിൽ മലേറിയ ഫ്രീ കൺട്രീസ് ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മലേറിയ എന്താണ്? ഒരു പാരസൈറ്റ് പ്ലാസ്മോഡിയമാണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മലേറിയയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 25 ഏപ്രിലാണ് മലേറിയ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ ഒക്കെ വരുന്നത് എന്തിലാണ്? വൈറസ് രോഗങ്ങളായിട്ടാണ് കേട്ടോ. വൈറസ് രോഗങ്ങളാണ്. അപ്പോൾ ഇത്രയാണോ ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയൽ അസുഖം എന്ന് പറയുന്നത്? ഇനിയും ബാക്ടീരിയൽ അസുഖങ്ങളുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. വിച്ച് ഈസ് എ സീരിയസ് കണ്ടേജിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ദാറ്റ് യൂഷ്വലി അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ നോസ് ആൻഡ് ത്രോട്ട്. നോസിനെയും ത്രോട്ടിലൊക്കെ ഒരു വൈറ്റ് ലെയർ പോലെ ഒരു സംഭവം വരാൻ, നമുക്ക് സംസാരിക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. നോസിനെയും ത്രോട്ടിനെയും എഫക്ട് ചെയ്യുന്ന ഈ അസുഖത്തിന് എന്താ പറയുക നമ്മൾ? വില്ലൻ മേല തൊണ്ടമുള്ളെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? തൊണ്ടമുള്ളെന്നൊക്കെ നമ്മൾ പറയും. എന്താണത്? ഡിഫ്തീരിയ ആണ് അല്ലേ? ഡിഫ്തീരിയ ആണ്. അതെന്താണ്? ബാക്ടീരിയൽ അസുഖമാണ്. ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ബാക്ടീരിയൽ അസുഖമാണ് അല്ലേ? ഷിഗല്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ അസുഖമാണ്. മെനിഞ്ചോകോക്കൽ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ക്ലമിഡിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇതെല്ലാം ബാക്ടീരിയൽ അസുഖമാണ് കേട്ടോ.
അത് മനസ്സിലാക്കുക. ബാക്ടീരിയൽ അസുഖങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പലതും. ഈവൻ ന്യൂമോണിയ എന്ന് പറയുന്നതും എന്താണ്, ഒരു ബാക്ടീരിയൽ ഡിസീസസ് ആണ് ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാം ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അതുപോലെ ഈ ശരിക്കും ക്ലമീഡിയ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ അതായത് സെക്ഷലി ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഡിസീസസ് ആണ്. സെക്ഷലി ഉണ്ടാവുന്ന, ഇങ്ങനെ സെക്ഷലി ഉണ്ടാവുന്ന 2 ബാക്ടീരിയൽ ഡിസീസസും കൂടെ ഉണ്ട്, ഗൊണേറിയയും സിഫിലിസും ഗൊണേറിയയും. എന്താണ് ഗൊണേറിയ? ഓക്കെ, അതും കൂടെ മനസ്സിലാക്കണം. സിഫിലിസും ഗൊണേറിയ ഏതിൻ്റെയാണ്? ഈ പറയുന്ന പോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസസ് ആണെന്ന് ആലോചിക്കുക. പിന്നെ എന്തുണ്ട്? ടെറ്റനസ് ഉണ്ട്. ടെറ്റനസ് ഏതിൻ്റെയാണ്? ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രീഡിയ ടെറ്റനി എന്ന് പറയുന്ന ഒരു രീതിയാണ് വരുന്നത്. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, UTIകൾ. യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഏത് തന്നെയാണ്? ഈക്കോളി ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയ വഴിയാണ് വരുന്നത് കേട്ടോ. ഈക്കോളി ബാക്ടീരിയ വഴിയാണ് വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കുക. ടെറ്റനസ് ആരുടെയാണ്? ഈ പറയുന്ന പോലെ ക്ലോസ്ട്രീഡിയ ടെറ്റനി എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന. ഓക്കെ, അതുപോലെ ഡിഫ്തീരിയ ഉണ്ടാകുന്നത് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് കേട്ടോ. കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയം ഡിഫ്തീരിയ അതായത് കൊറൈൻ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ആലോചിക്കുക. അപ്പോൾ ക്ലാമീഡിയ, സിഫിലിസ്, ഗൊണോറിയ സെക്ഷലി ചെയ്യുന്നത് ആണ് ബാക്ടീരിയൽ ഡിസീസസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് നമുക്ക് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നാണ്. ഇനി ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ലോങ് സെഷൻസ് പറ്റാത്തതുകൊണ്ടായിരിക്കും, നിങ്ങൾ എന്നെ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിനിമം ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ജസ്റ്റ് ഒരു ഇത്ര 1 hour അല്ലെങ്കിൽ അത്രയും മാത്രമേ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ SSC CGL പോലുള്ള CHS പോലുള്ള വലിയ വലിയ എക്സാംസുകൾക്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.